ഇടയ്ക്ക് സാത്താൻ ഇത്തിരി ബലമൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ? ഇല്ലേ? നമ്മൾ പറയല സാത്താന് ഭയങ്കര ശക്തിയാണ് ബ്രദറെ. നിങ്ങൾ എത്ര പേർ പറഞ്ഞിട്ടുണ്ട് മേലാ പറഞ്ഞേക്കരുത്? നമ്മളിത് പറഞ്ഞിട്ട് കുറേ ശക്തി ആർക്ക് കൊടുത്തേക്കുക? ആർക്ക് കൊടുക്കേണ്ടതായി ശക്തിയും ബലവും? ദൈവത്തിനും കുഞ്ഞാടിനും. നമ്മൾ കുറച്ച് ശക്തി എടുത്ത് ആർക്ക് കൊടുക്കും? കഷ്ടം. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ നിന്ന് മറ്റേ കുട്ടിച്ചാത്തൻ പറയും, എടാ എനിക്ക് ഭയങ്കര ശക്തിയാ. ആര് പറഞ്ഞു? ദാ പെന്തക്കോസിലെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് എനിക്ക് ഭയങ്കര ശക്തിയാണ്. എടാ നമുക്കുണ്ടായിരുന്നു ശക്തി, പക്ഷേ നമുക്ക് പണ്ട് ഭയങ്കര ശക്തിയായിരുന്നു. അന്ന് പാഴ്സിരാജ്യത്തിന്റെ പ്രഭുവൊക്കെ ഉണ്ടായിരുന്നു, ദേശാധിപ ശക്തി ഉണ്ടായിരുന്നു. ഒരെണ്ണം കുവൈറ്റിന്റെ മുകളിലുണ്ടായിരുന്നു, ഒരെണ്ണം ഇന്ത്യയുടെ മുകളിലുണ്ടായിരുന്നു, ഒരെണ്ണം ഡൽഹിയിലായിരുന്നു അത് ഇരുന്നത് പണ്ടേ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു പോയി. നമ്മളെല്ലാം തോറ്റുപോയതാ. അതുകൊണ്ട് നീ അധികം ഗമ കാണിച്ചുകൊണ്ട് അവരോടത്തോട്ട് ചെല്ലണ്ടെന്ന് വിവരമുള്ള ഭൂതം പറഞ്ഞു കൊടുക്കും. പക്ഷെ നമുക്ക് അത്രയും പോലും വിവരമില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താൻ നമ്മളെ ഇട്ട് ഇങ്ങനെ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് അറിയാതെ നമ്മുടെ ഒരു തലമുടിനാര് പോലും നിലത്ത് വീഴല. ഈ പത്രോസിനെ പരീക്ഷിക്കാൻ പോകാൻ വേണ്ടി പോലും സാത്താൻ പോയി ചോദിക്കണം, ഞാൻ ഒന്ന് പരീക്ഷിച്ചോട്ടെ അവനെ. കാരണം നിന്റെ ഈ പത്രോസ് എന്ന് പറയുന്നവൻ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അവനെ ഒന്ന് പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം അവനൊന്നുമില്ലെന്ന്. അപ്പൊ കർത്താവ് പറയുന്നത്, എങ്ങനെ പരീക്ഷിച്ചാലും കുഴപ്പമില്ല, വിശ്വാസത്തെ മാത്രം തുടരരുത്. എന്നാ പരീക്ഷണം? പിന്നെ വിശ്വാസത്തെ തുടരാത്ത എന്ത് പരീക്ഷണം? അപ്പോൾ അതുപോലും, അതായത് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോലും സാത്താൻ ആരുടെ പെർമിഷൻ വേണം? എന്നിട്ട് ഇവനെ പേടിച്ചുകൊണ്ട് നമ്മൾ നടന്ന ഇവൻ നമ്മൾ പറയുന്നത് കേൾക്കുവോ? ചുമ്മാതാണോ ശ്വാസിച്ച ഇതൊന്നും പോകാത്തത്? നമ്മൾ തന്നെയാണ് അതിന് ശക്തി കൊടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ബലഹീനത വെറും ബലഹീനമായ സാധനം. അത് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അവന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളെ കൊണ്ട് ശക്തി ഉണ്ടെന്ന് പറയിപ്പിക്കുക. സഭയെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതെ, എങ്ങോട്ടാ ഒരുക്കാൻ പോകുന്നതെന്നറിയോ? എങ്ങോട്ടാ പോകുന്നത്? കർത്താവ് എങ്ങോട്ടാ പോയത്? യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയത്? ക്രൂശിലേക്കാ പോയത് അല്ലേ? നമുക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി കർത്താവ് എങ്ങോട്ടാ പോയത്? ക്രൂശിലേക്കാ. അവിടെയാ എനിക്ക് സ്ഥലം ഒരുക്കിയത്. അതായത് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നേരെ എങ്ങോട്ടാ പോയത്? ക്രൂശിൽ പോയി അവിടെ അവൻ മരിച്ച് അവൻ ജീവന്റെ ഒരു പുതുവഴി എനിക്ക് തുറന്നു തന്നു. എങ്ങോട്ട് പോകാനുള്ള? പിതാവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മൂലമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ മലയാളത്തിൽ? 12-ന്റെ 1-ഉം 2-ഉം. ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അടുത്ത വാക്യം, ഓക്കെ. അപ്പോൾ പുതിയ നിയമത്തിലെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഈ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ജമ്പ് ചെയ്യുന്നതോ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും യാഗമായി ആ ഭൂമിയിലെ അവയവങ്ങൾ മരിപ്പിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിന് മുമ്പിൽ നമ്മുടെ ഭൂമിയിലെ അവയവങ്ങൾ മരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് ആ സാക്രിഫൈസ്, യാഗമായി സമർപ്പിക്കുവിൻ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ എലമെൻറ്റും എല്ലാ ഘടകങ്ങളും യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്നാനപ്പെടുന്നത് അവൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ്. അപ്പം നുറുക്കുന്നത് ആ മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്. നമ്മൾ പങ്കാളികളായ അതേ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുന്നു, വീണ്ടും വീണ്ടും പ്രസ്താവിക്കുന്നു. കർത്താവ് മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളതിൽ പങ്കാളികളാണ്. ഒരു ശരീരമാണ് നുറുക്കപ്പെട്ടത്. ഞങ്ങളെല്ലാവരും ആ ശരീരത്തിൻ്റെ അംശികളാണ്. ആ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനമാണ്. നമ്മുടെ ആരാധന എന്ന് പറയുന്നതും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ഞാൻ പറയാം. ഇനി നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നതും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടുള്ള അനുരൂപണമാണ്. വിശ്വാസ ജീവിതം അങ്ങനെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോടും അവൻ്റെ പുനരുത്ഥാനത്തോടുമുള്ള പങ്കാളിത്തമാണ്. വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത് അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടുള്ള ഏകീഭാവത്തിലൂടെയാണ് വരുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ കാണുന്നത്. ഞാൻ ക്രിസ്തുവിനെ നേരേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല,
വിശ്വാസത്താൽ ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അടുത്ത വാക്യം, 10-ാം വാക്യം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ റൈച്ചസ്നെസ് വരണമെങ്കിലും ആ നീതിയിലേക്ക് നമ്മൾ കിടക്കണമെങ്കിലും അതിൻ്റെയും പ്രിൻസിപ്പിൾ എന്താണ്? ക്രിസ്തു നമുക്കായി മരിച്ചു പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ ജീവിതം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ കൺഫെഷനും ഫെയ്ത്തും അക്നോളജ്മെൻറ്റുമാണ്. ഈ ന്യൂ ടെസ്റ്റമെന്റ് ക്രിസ്ത്യാനിറ്റി ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ ദാറ്റ് വൺ വേഴ്സ്, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. അത് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനല്ല, ഇനി ജീവിക്കുന്ന ക്രിസ്തു അത്രയെന്നുള്ള എൻ്റെ പ്രഖ്യാപനം എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഞാൻ ഓരോ സമയത്തും അവനോടൊപ്പം മരിക്കുകയും ഓരോ സമയത്തും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ നമ്മുടെ വർഷിപ്പ് അത് തന്നെയാണ്. ഞാനതാണ് നിങ്ങളോട് പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ വർഷിപ്പ് എന്ന് പറയുന്നത് ഭാഗികമാണ്. നമുക്കറിയാം, ആദിമകാലത്തൊക്കെ ഉള്ള ആരാധന, അബ്രഹാം ആരാധിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ യാക്കോബ് ബഥേൽ എന്നൊരു കല്ലെടുത്ത് വെച്ചിട്ട്, അല്ലെ, അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ പ്രിമിറ്റീവ് ഫോമിൽ ദൈവം അവനോട് ഇടപെട്ടൊരു സ്ഥലത്തെ മെമ്മറൈസ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ദൈവത്തെ അവർക്ക് അത്രേ അറിയാമായിരുന്നുള്ളൂ. പിന്നീട് ഊനമില്ലാത്ത ഒരു യാഗം എന്ന ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ മോശയിലൂടെ ഒരു യാഗ സിസ്റ്റം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവർ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. മൃഗങ്ങളുടെ ബലി അർപ്പിച്ചും, അല്ലേ, അങ്ങനെയല്ലായിരുന്നോ? മൃഗങ്ങൾ, കാള, ആട്, പ്രാവ്, ഇതിനൊക്കെ അർപ്പിച്ചിട്ട് അവർ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ആ മരണത്തിലൂടെ അവരുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ആ രക്തത്തിലൂടെ അവർ താൽക്കാലികമായ ശുദ്ധീകരണം പ്രാപിച്ച് അവർ അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന്, മഹാപുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന് ഇവരുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് നിലവിളിച്ച് അവരങ്ങനെ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്നു. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാഗം കൂടാതെ പ്രവേശിക്കുവാൻ സാധ്യമായിരുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിൽ ആരാധന മുഴുവൻ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യെശയ്യാവിൻ്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പം യെശയ്യാവിൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. യെശയ്യാവിൻ്റെ ലൈഫിൽ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ യെശയ്യാവ് നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട്, അല്ലേ? കാള തൻ്റെ ഉടയവനെ, കഴുത എൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ആദ്യത്തെ ഭാഗം? ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ജനം ഒന്നും മര്യാദയല്ല, എല്ലാം പോക്കാണ്. അങ്ങ് കർശനമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 6-ാം അധ്യായത്തിൽ പെട്ടെന്ന് ഒരു ക്രൈസിസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അവിടെ ആ ക്രൈസിസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ജീവികളുടെ, സാറാഫുകളുടെ, കെരൂബുകളുടെ, ദൂതന്മാരുടെ നിസ്സഹായാവസ്ഥയാണ് അവർ കാണുന്നത്, യെശയ്യാവ് കാണുന്നത്. ശരിക്കും അതൊരു ആരാധനയല്ല യെശയ്യാവ് കാണുന്നത് ആ സ്വർലോക ദൂതന്മാരുടെ നിസ്സഹായാവസ്ഥയാണ്. ദൈവത്തിൻ്റെ പെർഫെക്ഷന് മുൻപിൽ നിസ്സഹായരായിട്ട്, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ, ദൈവത്തോടൊന്നും സംസാരിക്കാൻ പറ്റാതെ, കാല് കാണിക്കാൻ പറ്റാതെ, മുഖം മറച്ച് നിലത്ത് നിൽക്കാൻ പറ്റാതെ, ഒരു ദൂതൻ വേറൊരു ദൂതനോട് പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ പറയുന്നതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണു തുറന്ന് നോക്കല്ലേ, കാല് കാണിക്കല്ലേ, അവനോടൊന്നും മിണ്ടല്ലേ, അവൻ പരിശുദ്ധൻ, 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 അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിപ്പോകല്ലേ എന്നാണ് ഈ ദൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ യെശയ്യാവ് പോയി നിൽക്കുന്ന പൊസിഷൻ എന്താണെന്നറിയോ? എല്ലാത്തിനെയും വഴക്ക് പറഞ്ഞിട്ട് ഞാനാണ് വിശുദ്ധൻ എന്നുള്ള രീതിയിലാണ് പോയി നിൽക്കുന്നത്. എവിടെ പോയി നിൽക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ. അവിടെ നിൽക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ദൂതന്മാർ വെപ്രാളപ്പെടുന്ന ആ വെപ്രാളത്തിൻ്റെ ശബ്ദം, ദൈവത്തിന് മുമ്പിൽ അവർ അസ്വസ്ഥരായി വെപ്രാളപ്പെടുന്ന ശബ്ദം കേട്ടപ്പോഴേക്ക് യെശയ്യാവ് തകർന്നുപോയി. യെശയ്യാവ് പറയണം, അയ്യോ ഞാൻ നശിച്ചു, ഇത്ര ഭയങ്കര മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം എത്ര ഭയങ്കരമാണ്. ഈ മഹത്വത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ ചെന്ന്, ഈ ദുഷ്ടനായ ഞാൻ, എന്താ പറയുന്നത്, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഞാൻ വന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്ന ഒരു ഭയങ്കര ക്രൈസിസ് എക്സ്പീരിയൻസാണ്. ഈ ക്രൈസിസ് എക്സ്പീരിയൻസിലൂടെ യെശയ്യാവ് പോകുന്നത് അവനെ യഥാർത്ഥ ആരാധനയുടെ ബുദ്ധിമുട്ട്, അത് ശരിക്കും ദൈവത്തിന് മുമ്പിലേക്ക് മനുഷ്യന് ചെന്ന് സ്തോത്രം പറയാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് അവൻ്റെ മാഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ മുമ്പിൽ ചെന്നാൽ ആ കർത്താവേ സ്തോത്രം എന്നൊരു മനുഷ്യനെ കണ്ട് പറയുന്നതിലൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ നമ്മളത് വളരെ കാഷ്വലായിട്ട് എടുത്തുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് നമ്മൾ ആ ഗൗരവം, എത്ര വലിയ ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള നമ്മൾ പലപ്പോഴും മറന്നുപോകും. കാരണം ഈ എന്താ പറയുന്നത്,
ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. അതായത് എപ്പോഴെപ്പോഴും കാണുന്നതിനോട് നമുക്കൊരു ഗൗരവം നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് എപ്പോഴെപ്പോഴും ബൈബിൾ പിടിക്കുന്നു, എപ്പോഴെപ്പോഴും പ്രസംഗിക്കുന്നു, എപ്പോഴെപ്പോഴും കേൾക്കുന്നു, എപ്പോഴെപ്പോഴും സ്തോത്രം പറയുന്നു, അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സ്തോത്രം പറയുന്നു, വരുന്ന വഴിക്ക് എല്ലാ സ്തോത്രം 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 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അവസാനം സ്തോത്രം പറയുന്നതിന് വലിയ വിലയൊന്നും ഇല്ലാതായി പോകുന്നു. എന്നാൽ പിന്നെ എല്ലാവരും സ്തോത്രം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുവാൻ വേണം താനും, അല്ലേ? അപ്പോൾ ഈ വില പോകാതെ സ്തോത്രം ചെയ്യണം. അതെങ്ങനെ വില പോകാതെ സ്തോത്രം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരാണെന്നുള്ളത് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ദൈവം ആരാണ്, ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പം ആ ഒരു ബലഹീനതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. പഴയ നിയമത്തിലും എല്ലായിടത്തും വിശുദ്ധന്മാരുടെ കഥ പറയുമ്പോൾ അവരെല്ലാ ബലഹീനതകളിൽ പ്രവേശിച്ചായിട്ട് നമുക്ക് കാണാം. യെശയ്യാവ് മാത്രമല്ല, ദൈവത്തെ ആരെല്ലാം കണ്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ അവരെല്ലാം ബലഹീനരായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇയ്യോബ് ഭയങ്കര നീതിമാനായ മനുഷ്യനായിരുന്നു. ഇയ്യോബിൻ്റെ ഒരു തെറ്റും സാത്താൻ പോലും കണ്ടെത്തിയിരുന്നില്ല. സാത്താൻ തെറ്റ് കണ്ടെത്താത്ത ആരുമില്ല. മോശയുടെ തെറ്റ് കണ്ടെത്തിയായിരുന്നു. മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിൽ കറയുണ്ട് എന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു. അവൻ എല്ലാറ്റിനും മേലെ ഒരു അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവനും ഏത് മനുഷ്യൻ്റെയും പാപം കണ്ടുപിടിക്കാൻ കഴിയുന്നവനാണ്. അതിലും മിടുക്കന്മാരായ ആൾക്കാരുണ്ട് കുറ്റം കണ്ടുപിടിക്കുന്നതിൽ. പക്ഷെ അവർ മടുത്തു പോയാലും സാത്താൻ മടുത്തു പോകില്ല. ഇപ്പം കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരുടെ പിള്ളേരായിരിക്കുള്ളൂ? ഈ അപവാദിയുടെ പിള്ളേരായിരിക്കുള്ളൂ. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ കുറ്റം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാരാ? അവരുടെ എല്ലാ അപ്പനായ സാത്താൻ. പക്ഷെ ആ സാത്താന് പോലും ഇയ്യോബിൻ്റെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഭയങ്കര അത്ഭുതമല്ലേ? യേശുക്രിസ്തുവിൻ്റെ കാര്യം ഓക്കെ, ഇല്ല, കുറ്റം ഇല്ല. പക്ഷെ ഇയ്യോബിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സാത്താൻ്റെ ഹെൽപ്ലെസ്നെസ്. ഇയ്യോബിന് പാപം ഉണ്ടായിരുന്നോ? മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും, ആദാമിൽ നിന്നുണ്ടായ സകലർക്കുടെ ഉള്ളിൽ എന്തുണ്ട്? പാപമുണ്ട്. പക്ഷേ ഈ ഇയ്യോബിൻ്റെ പാപം എന്ന് പറയുന്നത് സാത്താന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്രത്യേക തരം പാപമായിരുന്നു. അത് ഇയ്യോബിന് ഒരിക്കലും മനസ്സിലാവില്ലായിരുന്നു. സാത്താൻ ഒരിക്കലും പിടികിട്ടില്ലായിരുന്നു. ഇയ്യോബിൻ്റെ കൂടെ നടന്ന സുഹൃത്തുക്കൾക്ക് ഒരിക്കലും പിടികിട്ടില്ലായിരുന്നു. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരികയല്ല, ദൈവം ഭയങ്കര നീതിമാനാണ്, അതെന്താന്ന് മാത്രം ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതിനകത്തൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ, നിനക്ക് അബദ്ധം വന്നു, എനിക്ക് വന്നില്ല, അതിനർത്ഥം നീ എന്നെക്കാളും കൂടുതലായി എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന്. അവിടെയാണ് പ്രശ്നം. പക്ഷെ ഇയ്യോബ് പാപിയാണെന്ന് ഇയ്യോബിനെ മനസ്സിലാക്കാൻ ദൈവത്തിന് ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയോ? അവനെ തകർക്കുക. നിങ്ങൾ വിചാരിക്കുന്ന സാത്താൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഇയ്യോബിനെ തകർത്തതെന്നാണോ? നോ, സാത്താൻ പറയുന്നത് കേൾക്കുന്ന ആളല്ല ദൈവം. ദൈവം സാത്താനെ വെച്ച് ഇയ്യോബിനെ അവൻ്റെ പാപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. എന്തായിരുന്നു ഇയ്യോബിൻ്റെ പാപം? ഇയ്യോബിൻ്റെ പുസ്തകം 42:5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇയ്യോബ് ദൈവത്തോട് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. എഴുതിക്കുന്ന റിപ്പന്റ് ഇൻ ഡസ്റ്റ് ആൻഡ് ആഷസ്. ഈ ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന ഡസ്റ്റും ആഷസും എന്താണ്? ഈ കത്തിച്ചിടുന്ന സ്ഥലമല്ലേ, അല്ലേ? ചാരം എവിടെ ഉണ്ടാകുന്നത്? പൊടിയിലും ചാരവും എവിടെ ഉണ്ടാകുന്നത്? വേസ്റ്റ് സാധനങ്ങളിട്ട് കത്തിക്കുന്ന സ്ഥലം. പഴയ നിയമത്തിൽ നരകം എന്നുള്ള ഒരു ടീച്ചിങ്ങിന് വലിയ ഡോക്ടറിനൽ ഡെവലപ്മെന്റ് ഇല്ല, വളരെ നിഴലായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ കത്തിയിട്ട് വേസ്റ്റ് അല്ലാണ്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലത്തെ പുതിയ നിയമത്തിൽ നരകമായിട്ടും പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടും നമുക്ക് കാണാൻ പറ്റും. കാരണം പഴയ നിയമത്തിൽ നരകം എന്ന വിഷയം എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല, പഠിപ്പിക്കൽ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതിന് വേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇയ്യോബ് സത്യത്തിൽ ദൈവത്തോട് എന്താ പറയുന്നറിയോ? എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ കണ്ടുപോയത് കൊണ്ട് എന്നെ നീ വിട്ട് നരകത്തിലേക്ക് വിട്ടേക്ക്, എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാനൊരു നിവൃത്തിയില്ല, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ഈ ഒരു ബ്രോക്കൺനെസ് ഇല്ലാത്ത ആരും ദൈവത്തിന് മുമ്പിൽ നിന്നിട്ടില്ല. നിങ്ങൾ പത്രോസിൻ്റെ കഥ അറിയാമല്ലോ. രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയ പത്രോസ് രാവിലെ ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി വല വീശിയപ്പം പെരുത്ത മീൻകൂട്ടം പത്രോസിൻ്റെ വലയിൽ കയറി. ഒത്തിരി പ്രശ്നങ്ങളോട്ടാ പത്രോസ് അന്ന് രാവിലെ ഇറങ്ങിയത്. വീട്ടിലെ പ്രശ്നം, അമ്മായിമ്മ ഉണ്ടല്ലേ, പത്രോസിന് അമ്മായിമ്മയും കുടുംബമൊക്കെ ഉണ്ട്. അപ്പം അമ്മായിമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന പ്രശ്നമുണ്ട്. അപ്പം കാശ് കയ്യിലാകെയുള്ള വരുമാനം മീൻ പിടിക്കുന്നത്. രാത്രി മുഴുവൻ അലഞ്ഞിരിഞ്ഞിട്ടൊരു മീനും കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റ് കർത്താവ് പറഞ്ഞു. അപ്പോൾ പിന്നെ കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പക്ഷേ
പത്രോസ് മീനൊന്നും കണ്ടില്ല. പത്രോസ് കണ്ടത് രാത്രിയിലൊന്നും അവിടെ മീനില്ലായിരുന്നു. ഇത് വലിയൊരു കടലൊന്നുമല്ലേ, ഗലീല തടാകമാണ്, കടൽ പോലെ കിടക്കുന്ന ഒരു തടാകമാണ്. അവിടെ എങ്ങും രാത്രി മീനില്ല എന്നുള്ള കാര്യം പത്രോസിനറിയാം. അപ്പോൾ രാവിലെ ഇത്രയും മീൻ എവിടെ നിന്ന് വന്നു? ഇല്ലാത്തടത്ത് നിന്നുള്ളതിനെ വിളിച്ചു വരുത്താൻ പറ്റുന്ന ദൈവത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പം പത്രോസിന് മീനും വേണ്ട. അത് ആ മീൻ ആര് കൊണ്ടുപോയി എന്നറിയാൻ മേല. അത് വിറ്റോ പൈസയാക്കിയോ, നമ്മളെന്നെ പറഞ്ഞേനെ ഈ മീനിൻ്റെ 10% ഞാൻ നിനക്ക് ഉറപ്പായിട്ടും തരാം, നാളെ നീ എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വരണേന്ന് കർത്താവിനോട് പറഞ്ഞേനെ. നമ്മളങ്ങനെയാണ് നമ്മുടെ ഒരു പരിപാടി. പക്ഷെ പത്രോസ് എന്താ പറഞ്ഞേ? പത്രോസ് പറഞ്ഞ മേലാ നീ എൻ്റെ അടുത്ത് വന്നേക്കല്ലേ, മീൻ കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ദൈവമേ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ഇത് അപ്പോൾ ദൈവത്തെ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വി ഓൾ വിൽ ബിക്കം ബ്രോക്കൺ. നമ്മൾ ഒടിഞ്ഞു പോവും, തകർന്നു പോകും. നമ്മുടെ നീതിമാനെന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം വെൻ വി ആർ എക്സ്പോസ്ഡ് ടു ദാറ്റ് മാഗ്നിഫിക്കൻസ് നമ്മുടെ അകം പൊടിഞ്ഞു പോകും. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ബ്രോക്കൺനെസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെല്ലാം യാഗം കഴിച്ചൊരു മൃഗം നശിച്ച് പെടഞ്ഞ് അതിൻ്റെ മേധസ് എടുത്ത് വെളിയിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബെസ്റ്റ് തിങ് ഈസ് ബ്രോക്കൺ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ആരാധനകളെല്ലാം അങ്ങനെയാണ്. ഇനി യെശയ്യാവിൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു പരിവർത്തനം എന്താണെന്ന് ചിന്തിക്കാം. യെശയ്യാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കണ്ടത് ആരെയാണ്? പിതാവിനെയാണോ പുത്രനെയാണോ? പുത്രനെയാണ്, പിതാവിനെയല്ല. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 30. യേശു വാങ്ങിപ്പോയി. അവർ കാണെ അവൻ ഇത്ര വലിയ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇത് യെശയ്യാ പ്രവാചകൻ എത്ര അധ്യായത്തിലാണ് പറഞ്ഞേക്കുന്നത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചിരിക്കുന്നു. യെശയ്യാവ് 53 അല്ലേ? 53. അടുത്ത വാക്യം. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത് മനം തിരിയുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തരിപ്പിച്ചിരിക്കും. ഇത് എത്ര അധ്യായത്തിലാ? യെശയ്യാവ് വേറൊരിടത്ത് പറയുന്ന ഇത് ആദ്യം വായിച്ച 53 അധ്യായത്തിൽ നിന്നായിരുന്നു. ഇപ്പൊ വായിച്ചത് എവിടെ നിന്നാ? 6-ാം അധ്യായത്തിൽ നിന്ന്. ഇത് 6-ാം അധ്യായത്തിലുള്ള വാക്യം അല്ലെ? എത്രത്തോളം എന്ന് അത് കഴിയുമ്പോൾ യെശയ്യാവ് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നു എല്ലാം തീർന്നു പോകുന്നോരെ നീ അടച്ചു കളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 6-ാം അധ്യായത്തിലാണ്. ഇനി അടുത്ത വാക്യം വായിച്ചേ. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു. അപ്പൊ ആരെ യെശയ്യാവ് കണ്ടത്? നമ്മൾ തുടങ്ങിയത് എങ്ങനെ? 37-ാം വാക്യത്തില് തുടങ്ങിയത് അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തുവെങ്കിലും അവർ അവനിൽ. അപ്പൊ അവൻ ആരാ? യേശുവാ. എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാഞ്ഞത്? അവർക്ക് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാഞ്ഞത്? അവർക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞതിനൊരു കാരണമുണ്ട്. ഇതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില വാർത്തകൾ വരുമല്ലോ. നിങ്ങളിന്ന് രാവിലെ ശ്രദ്ധിച്ചായിരുന്നോ? ഈ സൂര്യൻ പടിഞ്ഞാറായിരുന്നു ഉദിച്ചത്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? വിശ്വസിച്ചോ? ആരും വിശ്വസിച്ചില്ല. ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള ഈ പ്രോഫസി, യെശയ്യാവ് പറഞ്ഞ പ്രോഫസിയും അതുപോലത്തെ ഒരു പ്രോഫസി ആയിരുന്നു. അതായത് 2 ദർശനങ്ങളിലാണ് ഈ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് ദൂതന്മാർ പോലും മുഖത്ത് നോക്കാൻ ഭയപ്പെടുന്ന വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവത്തെയാണ്. അപ്പോൾ ദൂതന്മാർക്ക് ശരിക്കും പേടിയാണ്. കാരണം ഹൃദയത്തിൽ ഒരു തോട്ട് പോലും വരാൻ പാടില്ല. ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൂതന്മാർക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഈസ് ഹോളി 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 എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചർ എന്ന് പറയുന്നത് ഹോളിനെസ് ആണ്. സ്നേഹമാണെന്ന് നമ്മൾ പറയും, പക്ഷേ അതിനേക്കാളും ബേസിക്കലി വരുന്നത് അടിസ്ഥാനമായിട്ട് വരുന്നത് ഹോളിനെസ് ആണ്. കാരണം ഹിസ് ലവ് ഈസ് ഹോളി, ഹിസ് ആങ്കർ ഈസ് ഓൾസോ ഹോളി. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ സ്നേഹം വിശുദ്ധമാണ്, അതുപോലെ തന്നെ അവന്റെ കോപവും അവന്റെ പരിശുദ്ധിയുടെ ഭാഗമാണ്. അപ്പോൾ ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചറാണ്. ഗോഡ് ഈസ് ലവ് 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 എന്നല്ല, ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. ഇപ്പോൾ ഹോളിനെസ് ആണ് ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചർ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഒരു പരിശുദ്ധിയെക്കുറിച്ച് ദൂതന്മാർക്ക് വെളിപ്പാടുണ്ട്. ദൂതന്മാർക്ക് ദൈവത്തെ അങ്ങനെയാണ് അറിയാവുന്നത്.
ദൂതന്മാർക്ക് അറിയാവുന്ന ദൈവം ഒരു നിസാര തോട്ട് പോലും പൊറുക്കില്ലാത്ത അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് ദൂതന്മാർക്ക് അറിയാമായിരുന്നത്. അപ്പൊ അവരതനുസരിച്ചാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത്. എന്താ വർഷിപ്പ് ചെയ്യുന്നത്? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതാണ് ദൂതന്മാരുടെ വർഷിപ്പിന്റെ കണ്ടന്റ്. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. ദാറ്റ്സ് ഹിസ് എസെൻഷ്യൽ നേച്ചർ. ഓക്കെ. എന്നാൽ ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഉത്തരം പറയണ്ട, ഇത്രയും പേരുള്ളതുകൊണ്ട് ചിന്തിച്ചാൽ മതി. ആദമിന് അറിയാമായിരുന്നത്, അപ്പൊ ആദം ദൈവത്തെ ആരാധിക്കുമായിരുന്നെങ്കിൽ എങ്ങനെ ആരാധിക്കുമായിരുന്നു? ആദം ദൈവത്തെ ആരാധിക്കുമായിരുന്നെങ്കിൽ ദൂതന്മാർ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നേ? പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന അറിവനുസരിച്ച് മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദമായിരുന്നെങ്കിൽ എങ്ങനെ ആരാധിക്കുമായിരുന്നു ദൈവത്തെ? എൻ്റെ ദൈവമേ, നീ എത്ര വലിയവൻ അല്ലേ, ഓ ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. അങ്ങനെ പാട്ടില്ലേ? അത് തുടങ്ങുന്നത് എങ്ങനെയാ? അത് പ്രകൃതിയുടെ സൃഷ്ടിയൊക്കെ നോക്കിയിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പതുക്കെ പതുക്കെ അത് ക്രൂശിലേക്ക് കടന്നു വരും. ആ പാട്ട് ഭയങ്കര ഒരു പാട്ടത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഞാൻ ഈ ഫോറസ്റ്റിലൂടെ നടക്കുന്നു, നിന്റെ മഹത്വത്തെ കാണുന്നു, നിന്റെ ആകാശവിധാനം നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ അങ്ങനെയാണ്, മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ഞങ്ങളെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത ദൈവം അല്ലേ, മൃഗജാലങ്ങളെ, സസ്യങ്ങളെ, മനോഹരമായ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവം, ഇതിനെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്ന ദൈവം, എല്ലാ ദിവസവും ഞങ്ങളോട് ഇറങ്ങി വരുന്നു സംസാരിക്കുന്ന ദൈവം. ഇതൊക്കെയല്ലേ ആദമിന് അറിയാവുള്ളൂ. അപ്പൊ ആദം വർഷിപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഹി വിൽ ലുക്ക് അറ്റ് ദ നേച്ചർ, ഹി വിൽ ലുക്ക് അറ്റ് ഹിംസെൽഫ് ആൻഡ് സേ, ഓ ലോർഡ് ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട് അല്ലെ, അങ്ങനെയല്ലേ പറയുള്ളൂ. ഈ ദിവസങ്ങളെ സൃഷ്ടിച്ചവൻ, സമയത്തെ സൃഷ്ടിച്ചവൻ, കാലത്തെ വേർതിരിച്ചവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദമിനെ ആരാധിക്കാം. കാരണം എന്താ? ആദമിന് അറിയാവുന്ന ദൈവം സൃഷ്ടികർത്താവായ ദൈവമാണ്. അപ്പോൾ ആദമിനാണോ നമുക്കാണോ? ആദം പാപം ചെയ്യാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വിചാരിച്ചോ. ഇപ്പൊ നമ്മളെല്ലാം എവിടെ ആയിരുന്നേനെ? ഏദൻ തോട്ടത്തിലായിരുന്നേനെ. വിഷമൊന്നും ഇല്ലാത്ത പഴമൊക്കെ കഴിച്ച് അതിൽ തെക്കുവടക്ക് ലജ്ജാശീലമൊന്നും ഇല്ലാതെ ഇങ്ങനെ അതിൽ നടക്കുമായിരുന്നേനെ അല്ലേ അല്ലേ. അപ്പൊ ആദം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴും ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നേനെ. നമ്മളെല്ലാവരും പെർഫെക്റ്റ് മനുഷ്യരായേനെ. ആദമിൽ നമ്മൾ തികഞ്ഞവരായി പോയേനെ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? വി വിൽ ബി പെർഫെക്റ്റ് ലൈക്ക് ആഡം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്തുവാ? ആദമിൽ നമ്മളെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആദമിന് അറിയാൻ വയ്യാത്ത ദൈവത്തിന്റെ ചില ഗുണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടി വരും. മനസ്സിലായ? അപ്പൊ അത് ആദമിന് അറിയാൻ വയ്യാത്തതും നമുക്ക് അറിയുന്നതുമായ എന്താ ഉള്ളത്? ആദമിന് അറിയാത്ത എന്താണ് എനിക്കറിയാവുന്ന ദൈവത്തെക്കുറിച്ച്? ആദമിന് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മാത്രം അറിയാവുന്നത്. എന്നാൽ എനിക്ക് ദൈവത്തിന്റെ ബലഹീനതയെക്കുറിച്ച് അറിയാം. എന്താ ദൈവത്തിന്റെ ബലഹീനത? ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരുടെ ബലത്തെക്കാളും ശക്തിയുള്ളത്. എന്താ ദൈവത്തിന്റെ ബലഹീനത? ദൈവത്തിന്റെ ബലഹീനതയാണ് നമ്മളെ രക്ഷിച്ചത്. അതായത് ഞാൻ പറയില്ലേ, എനിക്കൊരു വീക്ക്നെസ് ഉണ്ട് ബ്രദറെ എന്ന് പറയത്തില്ലേ. എനിക്ക് കപ്പയും മീനും കണ്ട ഒരു വീക്ക്നെസ്. ഞാൻ ചുമ്മാ പറഞ്ഞു, തമാശ പറഞ്ഞ. അങ്ങനെ പലതരം വീക്ക്നെസ്സുകളുള്ള ആൾക്കാർ ഉണ്ട്. കർത്താവിനൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, അത് നമ്മളായിരുന്നു. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവനെ രക്ഷിക്കാനൊന്നും കർത്താവ് പോയില്ല. പക്ഷെ അവരെക്കാളും ലോവറായിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവനെ വെറുതെ വിടാൻ തോന്നിയില്ല. പോട്ടെ, ഇനി പുതിയ കുറെ എണ്ണത്തിനെ സൃഷ്ടിച്ചേക്കാം എന്ന് തോന്നിയില്ലെന്ന് മാത്രമല്ല, അവൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്ത് എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശത്രുവാണോ, എത്ര ദൂരെയാണോ, അവനെയും സ്നേഹിക്കാൻ പറ്റുന്ന ആഴം ദൈവത്തിൻ്റെ സ്നേഹത്തിനുണ്ട് എന്ന് അവൻ ആരിലൂടെ വെളിപ്പെടുത്തിയത്? വീണുപോയ നമ്മളിലൂടെയാണ് വെളിപ്പെടുത്തിയത്. അപ്പൊ ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ചു പോയനെ. പക്ഷെ ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഉണ്ടാക്കിയ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആദമിന്റെ പെർഫെക്ഷനേക്കാളും വലുതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ അതിന്റെ ഫലം എന്താണ്? ക്രിസ്തുവിൽ തികഞ്ഞവരായ ഒരു കൂട്ടത്തെ നിത്യതയിൽ ദൈവത്തിന് വേണമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഒന്നാമത്തെ പദ്ധതി എന്താ? നമ്മൾ സാധാരണ വിചാരിക്കുന്ന ആദമിൽ പെർഫെക്റ്റ് ആയ കുറെ ആൾക്കാരെ ഉണ്ടാക്കിയാൽ നടക്കൂല എന്ന് കണ്ടപ്പം ക്രിസ്തുവിനെ, അങ്ങനെ ഒത്തിരി പേര് ചിന്തിച്ചിരിക്കുന്നത്
ആദം ട്രൈ ചെയ്ത് നോക്കി, ആദം ശരിയായില്ല. അതുകൊണ്ട് പിന്നെ കർത്താവ് എന്ത് ചെയ്തു? ക്രിസ്തുവിനെ വിട്ടു. അങ്ങനെയല്ല, ക്രിസ്തുവിനെ തീരുമാനിച്ച ശേഷമാണ്, ലോക സ്ഥാപനത്തിന് മുമ്പേ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞ ഒരു കൂട്ടത്തെ, വിശുദ്ധന്മാരുടെ ഒരു സംഘത്തെ നിത്യതയിൽ കണ്ട ശേഷമാണ് കർത്താവ് സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എ എന്താണ്? ക്രിസ്തുവിൽ തികഞ്ഞവരായ ഒരു കൂട്ടത്തെ അവന്റെ സ്വഭാവമുള്ളവരായി, അവനെ പോലെയുള്ളവരായി തേജസ്സിൽ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ എ. ദൈവത്തെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവന്റെ പ്ലാനുകൾ ഒരിക്കലും മാറിപ്പോവുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ രാവിലെ ഒരു പ്ലാൻ ഇടും, അതൊന്നും നടക്കാൻ സാധ്യതയില്ല, പ്ലാൻ മാറ്റും, അല്ലേ? അപ്പൊ വേറൊരു പ്ലാൻ ഇടും, അതും മനുഷ്യന്റെ കാര്യം അങ്ങനെയാ. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരു പ്ലാൻ ഇട്ടാൽ അത് നടപ്പാക്കാൻ കഴിയുന്നവനായതുകൊണ്ടാണ് നമ്മൾ അവനെ ദൈവം എന്ന് വിളിക്കുന്നത്. ഹി ക്യാൻ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ദോസ് പ്ലാൻസ്. അപ്പൊ എനിക്ക് കർത്താവിനെ കുറിച്ച് അറിയാവുന്ന കാര്യം ആദമിന് ഒരിക്കലും അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും ബലഹീനമായൊരു സാഹചര്യത്തെ, മനുഷ്യർ വരുത്തി വെച്ച ഏറ്റവും വലിയ അപകടകരമായ ഒരു സാഹചര്യത്തെ ദൈവം അവന്റെ മനോഹരത്വം വെളിപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി കാൽവരി ക്രൂശിലേക്ക് നോക്കിക്കേ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നതിനകത്ത് 2 കാഴ്ചകളുണ്ട്. ഒന്നാമത്തെ കാഴ്ച മനുഷ്യന് ദൈവത്തോടുള്ള മനോഭാവമാണ്. അവിടെ മനുഷ്യന്റെ മുഴുവൻ കോപവും ദൈവത്തിന്റെ മേലാ, ദൈവത്തോടാ. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യരെല്ലാം അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ച് ലോകത്തിൽ ഏറ്റവും വലിയ പാപം കമ്മിറ്റ് ചെയ്യുന്ന കാൽവരി ക്രൂശിലാ, അല്ലേ? ആണോ? ആ കാൽവരി ക്രൂശിൽ തന്നെയാണ് കർത്താവ് ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന നന്മയും വെളിപ്പെടുന്നത്. കാരണം കർത്താവ് പറയാണ്, മനുഷ്യന്റെ ക്രൂരതയുടെ നടുവിലാണ് കർത്താവ് പറയുന്നത് ഐ സ്റ്റിൽ ലവ് യു എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ദൈവം എന്ത് ചെയ്യുന്നു? ഏറ്റവും ഇരുളായതിനെ ദൈവം എന്ത് ചെയ്യുന്നു? ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ അനുസരണക്കേടിനെ ദൈവം എന്ത് കാരണമാക്കി മാറ്റി? നമ്മെ എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമാക്കി കർത്താവ് അതിനെ മാറ്റിയെടുത്തു. അതാണ് എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ള ദൈവം എന്ന് നമ്മൾ പറയുന്നത്. ഇനി യെശയ്യാവിന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. യെശയ്യാവ് അതിന് ശേഷവും ഇസ്രായേൽ മക്കളെ വഴക്കൊക്കെ പറയുന്നുണ്ട്, 6 അധ്യായത്തിന് ശേഷവും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? 7-ാം അധ്യായം മുതലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം യെശയ്യാവ് പറഞ്ഞു തുടങ്ങുന്നത്. 7-ാം അധ്യായത്തിലാണ് പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് യെശയ്യാവിന് എന്താ ആവശ്യമായിരുന്നു? ഒരു ബ്രോക്കൺനെസ്, ഒരു നിലവിളി ആവശ്യമായിരുന്നു. ഞങ്ങൾക്കൊരു രക്ഷകനെ വേണം. ഉപദേശിച്ചാലൊന്നും നന്നാകുന്ന ഒരു ജനമല്ല ഇത്. ഞങ്ങളെല്ലാം ശുദ്ധിയില്ലാത്തവരാണ്. ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്. ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ നടുവിലാണ് ഞാൻ വസിക്കുന്നത്. ഞങ്ങൾക്കൊരു രക്ഷകനില്ലാതെ പറ്റില്ല എന്ന് യെശയ്യാവിന് മനസ്സിലാകണമായിരുന്നു. യെശയ്യാവ് അത് മനസ്സിലാക്കിയ ശേഷമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ യെശയ്യാവിന് കൊടുക്കുന്നത്. 7-ാം അധ്യായത്തിലാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഫസ്റ്റ് പ്രൊഫസി. യെശയ്യാവ് പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 9-ാം അധ്യായത്തിൽ പറയും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് മുഴുവൻ മെസ്സിയാനിക്കാം. അതായത് യെശയ്യാവിന്റെ പ്രവചനത്തിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെസ്സാനിക് പ്രോഫസീസ് വരുന്നത്. ഇനി ഇതിനകത്ത് അവിശ്വസനീയമായ കാര്യം എന്തായിരുന്നു നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തായിരുന്നു അവിശ്വസനീയമായ കാര്യം? 2 വിഷൻസ് ആണ് യോഹന്നാൻ എടുത്തു പറയുന്നത്. 12-ാം അധ്യായത്തിൽ അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ യെശയ്യാവിന്റെ പ്രവചനത്തിലുള്ള 2 പ്രധാനപ്പെട്ട വാക്യങ്ങളെയാണ് എടുത്തു പറയുന്നത്. ഒന്ന് അതിമഹത്വമേറിയ ഒരു കാഴ്ചയാണ്. അവിടെയാണ് ക്രിസ്തുവിനെ ദൂതന്മാർ കാണുന്നത്. എന്നാൽ 2-ാമത്തെ കാഴ്ച ഇതേ കർത്താവ് 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ തകർക്കപ്പെട്ടവനായി നമ്മളെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് വിശന്ന് ദാഹിച്ച് വിയർത്ത് അധ്വാനിച്ച് ചേസിനെ അന്വേഷിച്ചുകൊണ്ട് ഈ മരുഭൂമിയിലൂടെ നടക്കുന്ന കാഴ്ചയാണ് ഈ 2-ാമത്തെ കാഴ്ച. ഈ യെശയ്യാവ് പറയാം, ഇത് ഞങ്ങൾ പോയി പറഞ്ഞ് ആര് വിശ്വസിക്കും? ഈ കർത്താവ് ഇങ്ങനെ മനുഷ്യനെ തേടി ഇത്ര മഹത്വവാനായ ദൈവം, ദൂതന്മാർ പോലും കിടുകിടാ വിറയ്ക്കുന്ന ദൈവം ഈ റോഡിലൂടെ വിശന്ന് ദാഹിച്ച് മനുഷ്യനെ തപ്പി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ്. അപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റാതെ പോയത്? സാധാരണ മനുഷ്യനെ പോലെ കർത്താവ് ജീവിച്ചു, സാധാരണ മനുഷ്യനെ പോലെ സംസാരിച്ചു. ദൈവം ഇങ്ങനെ വരുമോ എന്ന് ജനങ്ങൾ അമ്പരന്നു പോയി. കാരണം അത്ര അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു യേശു നമുക്ക് വേണ്ടി ഇറങ്ങി ഭൂമിയിലൂടെ നടന്നത്. അത് അവിശ്വസനീയമായിരുന്നു. അപ്പോൾ യെശയ്യാവാണ് ഈ അവിശ്വസനീയമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് സാൽവേഷനെ കുറിച്ചാണ്. പൗലോസ് പറയുന്നത് ഈ മർമ്മം എന്താണെന്ന് അവർക്കെല്ലാം അറിഞ്ഞിരിക്കുമായിരുന്നു, അത് ഞങ്ങൾക്കാണ് വെളിപ്പെട്ട് കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ വലിയൊരു മർമ്മം
പഴയ നിയമം മുതൽ കർത്താവിൻ്റെ നീതി അവൻ്റെ കുഞ്ഞാടിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു മർമ്മം പഴയ നിയമത്തിലെല്ലാം വെളിപ്പെട്ട് അത് പുതിയ നിയമത്തിലാണ് വെളിപ്പെട്ട് വരുന്നത്, പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന മർമ്മം. ഇനി എന്താണ് വർഷിപ്പ്? പുതിയ നിയമത്തിൽ എങ്ങനെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്? ഹൗ മച്ച് ഡു വി നോ ദ ലോഡ്? നമ്മൾ ദൈവത്തെ നമുക്ക് എന്തുമാത്രം അറിയാം? എന്താണ് പുതിയ നിയമത്തിൻ്റെ ആരാധന? ദൂതന്മാർക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിലായപ്പോഴേക്കും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ദൂതന്മാർ പണ്ടതുപോലെ തന്നെയാണോ വർഷിപ്പ് ചെയ്യുന്നത്? വെളിപ്പാട് പുസ്തകം നോക്കി, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ദൂതന്മാരുടെ ഒരു വർഷിപ്പുണ്ട്. നമുക്ക് നോക്കാം എവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അപ്പൊ ഈ മൂപ്പന്മാർ എന്ത് ചെയ്തു? ദൂതന്മാർ എന്ത് ചെയ്തു? ലിവിങ് ക്രീച്ചേഴ്സ് ഇൻ ഹെവൻ എന്ത് ചെയ്തു? അവരെ കുഞ്ഞാടിന്റെ മുൻപിൽ വീണു. അപ്പൊ വർഷിപ്പ് ആരുടെ മുമ്പിലാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും മുൻപിൽ. അടുത്ത വാക്യം എന്താണ് ആരാധിക്കാൻ ഉപയോഗിച്ച വാക്യങ്ങൾ? വായിച്ചു നോക്കാം. നീ യോഗ്യൻ. ആര് യോഗ്യൻ? കുഞ്ഞാട് യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുമെന്നൊരു പുതിയ ഒരു പാട്ട് അവരെ പാടുന്നു. അപ്പൊ പുതിയ പാട്ട് എന്താ? അപ്പൊ ദൂതന്മാർ ഇപ്പൊ എന്താ കണ്ട കാഴ്ച? ഇവരിങ്ങനെ നോക്കുവായിരുന്നു. ഞാനിങ്ങനെ സങ്കല്പിക്കായിരുന്നു. ഇവരിങ്ങനെ ദൂതന്മാരിങ്ങനെ ഉറ്റു നോക്കുക, ഈ കർത്താവ് എന്തായി കാണിക്കുന്നത്? ഞങ്ങളെല്ലാം നശിച്ചു പോയിട്ടും കർത്താവ് ഇറങ്ങി വന്നില്ല. ഈ മനുഷ്യൻ നശിച്ചു പോയപ്പോൾ ഇവൻ പോകുന്ന, ഇവരന്വേഷിച്ച് പോകുന്ന കണ്ടോ? ഇങ്ങനെ ദൂതന്മാർ അങ്ങോട്ടും പറയും, ദേ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരെ നോക്കി, ഇത് ചെയ്സിനെ പോലുള്ളവർ, ദേ ഇവന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത് ഇവന്മാരെ നിൽക്കുവോ? പത്രോസ്. അപ്പോൾ ദൂതന്മാരും സാത്താനും വിചാരിക്കായിരിക്കും സാത്താൻ ഏറ്റവും ബെസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? കാരണം സാത്താൻ ഒരു 500 പേരെ പറ്റിക്കാൻ പറ്റുന്നവനെ തിരഞ്ഞെടുക്കുന്നത്. അവൻ ഒരുത്തനെ വശീകരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് വെച്ചൊരു മാക്സിമം ആൾക്കാരെ ചതിക്കണം. നിങ്ങൾക്ക് ഏറ്റവും സുന്ദരന്മാരെ, ഏറ്റവും മിടുക്കന്മാരെ, കഴിവുള്ളവരെല്ലാം ആര് കൊണ്ടുപോകുന്നത്? സാത്താൻ കൊണ്ടുപോകുന്നത് അല്ലേ? അല്ലേ? ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നത്? ഏറ്റവും ബലഹീനമായതും ഏറ്റവും വിലയില്ലാത്തതും കണ്ട മൈൻഡ് ചെയ്യാൻ കൊള്ളാത്തതുമായ വിവരമില്ലാത്തതിനെയൊക്കെയാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? എന്താ അങ്ങനെ? അപ്പോൾ ഈ ദൂതന്മാരും സാത്താനെല്ലാം വിചാരിക്കുക. നമ്മളാണെങ്കിൽ ആലോചിക്കുക, യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തായിരുന്നെങ്കിൽ നേരെ പോയി 5-6 പട്ടാളക്കാരെ പിടിച്ചേനെ അല്ലേ? ഒരു 10-12 പട്ടാളക്കാരെ ശിഷ്യന്മാരാക്കി എടുത്തേനെ. തൻ്റെ ഇടോട്ട് നിൽക്കണ്ടേ അല്ലേ? ഇതൊരു കൊച്ചു പിള്ളേരുടെ മുമ്പിലേക്ക് പേടിച്ചോടുന്നതിനൊക്കെ ശിഷ്യന്മാരാക്കി എടുക്കുന്നതല്ലേ? അതിനകത്ത് ദൈവത്തിൻ്റെ വിസ്ഡം എന്തായിരുന്നറിയോ? ഈ കുറച്ച് നമ്മളാണെങ്കിൽ ഇപ്പോൾ സുവിശേഷ വേല ഞാനാണെങ്കിൽ ബൈബിൾ കോളേജിലോട്ട് പോയിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല 10-12 പിള്ളേരുടെ പേര് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നു അല്ലേ? നിങ്ങളെങ്ങനെ കുവൈറ്റിൽ പാസ്റ്റർമാരെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നമ്മളാണെങ്കിൽ അങ്ങനെ നമുക്കൊരു മെത്തഡോളജി ഉണ്ട്, നമ്മളൊരു മെത്തഡ് അനുസരിച്ച് പോകുള്ളൂ. പക്ഷെ കർത്താവ് ഏറ്റവും ബലഹീനമായതിനെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നു. അതിലൊരെണ്ണം യൂദ. ആലോചിച്ചെങ്കിൽ ഒന്ന് പത്രോസ്. ഇതെന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? യൂദായ ആവശ്യമായിരുന്നു, അവനെ നമുക്ക് വിടാം. ഈ യേശുക്രിസ്തു മരിച്ച് പുനരുത്ഥാനം ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം പേടിച്ച് എവിടോ പോയി ഗുഹയിൽ പോയിരിക്കുമായിരുന്നു. പട്ടാളക്കാരായിരുന്നു വിചാരിച്ച അവരങ്ങനെ പോയിരിക്കുമായിരുന്നോ? ഇല്ല. അന്നത്തെ പട്ടാളക്കാർക്ക് ഇന്നത്തെ പട്ടാളക്കാരെ പോലല്ല, അവർ മരിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. മൃഗങ്ങളോട് യുദ്ധം ചെയ്യും, ഏത് ശത്രുവിനും പോയി ചാവാനെ ചെന്ന് കയറി ആക്രമിക്കുന്നവരായി അന്നത്തെ സൈനികർ എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ ദൂരെ നിന്ന് ബോംബെറിയോ മിസൈലിടുമല്ല. അപ്പൊ സൈന്യത്തെ എടുത്തായിരുന്നെങ്കിൽ ഇവർ തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് പിന്നെ നടന്നേനെ. അതിനകത്തൊരു അത്ഭുതം ഇല്ലായിരുന്നു. പക്ഷെ ഏറ്റവും ബലഹീനരായ തിരഞ്ഞെടുത്ത് അവരേതോ ഗുഹയിലും ഒക്കെ പേടിച്ചാരണ്ടിരുന്നവർ ഒരു ദിവസം രാവിലെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞോണ്ട്. അതെന്ത് സംഭവിച്ചവർക്ക്? അതെന്താ സംഭവിച്ചത്? അവർ ജീവനുള്ള കർത്താവിനെ കണ്ടു, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി. ഈ ബലഹീനർ ഭയങ്കര ബലവാന്മാരായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൾക്കാർക്ക് എല്ലാവരും ഈ പേടിത്തൊണ്ടന്മാരെങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നത്? അവർ വെളിയിൽ വരണമെങ്കിൽ അവരുടെ ധൈര്യത്തിലല്ല വന്നത്. ആണോ? അവർക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല. ഒട്ടും ധൈര്യം ഇല്ലാത്തതിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്.
അപ്പോൾ അവർ വെളിയിലോട്ട് ഇറങ്ങി വരണമെങ്കിൽ അത് എന്താ തെളിയിക്കുന്നത്? അവരെന്തോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവൻ പുനരുത്ഥാനം ചെയ്തില്ലെങ്കിൽ ഇവരാരും വെളിയിൽ ഇറങ്ങില്ലായിരുന്നു. അതോടുകൂടി ക്രിസ്ത്യാനിറ്റി തീർന്നു പോയനെ. ഏറ്റവും ബലഹീനമായതിനെടുത്തിട്ട് ഏറ്റവും മനോഹരമായതായി അതിനെ മാറ്റുമ്പോഴാണ് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തപ്പെടുന്നത്. അപ്പൊ സകല മഹത്വം ആർക്കാ പോകുന്നത്? ഇപ്പൊ എന്നെ എടുക്കുന്നതിന് സ്ഥാനത്ത് നല്ല മിടുക്കനായ മര്യാദക്കാരനായ ഒരാൾ എടുത്തിരുന്നെങ്കിൽ അതിന്റെ മഹത്വം കുഞ്ഞാടിനല്ല പോകുന്നത്. നിങ്ങൾ പല പ്രസംഗങ്ങളും കേൾക്കുമ്പം മഹത്വം മുഴുവൻ അവർക്കാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മര്യാദയ്ക്ക് ജീവിച്ചു അല്ലേ, അവർ നല്ല കുടുംബത്തിൽ പിറന്നു, അവർക്ക് നല്ല അനുസരണമുണ്ട്, അതുകൊണ്ട് സ്വർഗത്തിൽ പോയി. അപ്പൊ മഹത്വം ആർക്കാ? മഹത്വത്തിന്റെ കുറച്ച് ആർക്കാ? അപ്പൊ ഒന്നിനും കൊള്ളാത്തവനെ തെരഞ്ഞെടുത്തിട്ട് അവർ യേശുക്രിസ്തുവിനെ പോലെ ആക്കുവാണെങ്കിൽ മഹത്വം ആർക്കായിരിക്കും? ദൈവത്തിനായിരിക്കും അല്ലേ. അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ വലിയ വലിയ മുതലാളിമാർ ഉണ്ടോ? വലിയ വലിയ ബുദ്ധിയുള്ളവരൊന്നും ഇല്ലാത്തതിന്റെ കാരണം എന്താ? നമ്മളെ പെർഫെക്റ്റ് ആക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം എന്താന്ന് ഈ ലോകം മനസ്സിലാക്കുന്നത്. അപ്പം ഇവരെല്ലാം നോക്കിയിരിക്കുക, കർത്താവ് എന്താ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ പിടിച്ചോണ്ട് പോകുന്നത്? അവസാനം നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ തേജസ്സുള്ളവരെ സ്വർഗത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ദൂതന്മാർ പാടുന്നത്, എന്തൊരു രക്ഷയാണിത്, ഇത്രയും വൃത്തികെട്ട ഇവന്മാരെ യേശുവിനെ പോലെ ആക്കി മാറ്റി, നമ്മുടെ ദൈവത്തിന് പുരോഹിതന്മാരാക്കി രാജ്യമാക്കി മാറ്റി. ഈ കുഞ്ഞാട് യോഗ്യനാണ്, അവൻ വർത്തി ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ മഹത്വത്തെയാണ് നമ്മൾ ഈ ആരാധിക്കുമ്പം കാണുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ നമുക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് രക്ഷയുടെ പാട്ട്. അത് ദൂതന്മാര് നമ്മളെ ഓർത്തോണ്ടാ പാടുന്നത്, പുതിയൊരു പാട്ട്. അവർക്ക് നേരത്തെ ആ പാട്ട് അറിയില്ലായിരുന്നു. കർത്താവിന്റെ ഈ സ്വഭാവം, കർത്താവിന്റെ ഈ ഒരു മനോഭാവം, നമ്മോടുള്ള സ്നേഹം, അവന്റെ ബലഹീനത ആർക്കും വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ദൂതന്മാർക്കും അറിവില്ലായിരുന്നു. ഈ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ തന്നെ കർത്താവിനെ അനുഗമിച്ചവർ പോലും ആ വെളിപ്പെടുത്തലിലേക്ക് വന്നില്ല. കാരണം ദൈവം അന്ത്യകാലത്തേക്ക് ആ വെളിപ്പാട് കരുതി വെച്ചിരുന്നു. അവൻ ബലഹീനമായതിനെ അന്വേഷിച്ച് വന്ന കർത്താവാണെന്നും അവന്റെ സ്നേഹത്തിന് പരിമിതികളില്ലെന്നും അവൻ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്നും അവന്റെ സ്നേഹം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒരു ആട്രിബ്യൂട്ട് ആണെന്നുള്ള കാര്യം പുതിയ നിയമം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൂതന്മാർക്ക് അപ്പോഴാണ് ദൈവത്തിന്റെ ഈ സ്വഭാവത്തിന്റെ രണ്ട് തലങ്ങൾ മനസ്സിലായത്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഈ പുൾപിറ്റായിട്ട് ഉപയോഗിക്കുന്ന ഈ പീഠം, ഇത് ഒരു സ്ലോപ്പാണ്. ഒരു 5-6 തുള്ളി വെള്ളം ഇവിടെ ഒഴിച്ചാൽ വെള്ളം എങ്ങോട്ട് പോകും? താഴോട്ട് പോകും അല്ലേ? മുകളിലോട്ട് പോവോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? മുകളിലോട്ട് പോകില്ല. നമ്മുടെ സ്നേഹമെല്ലാം എങ്ങോട്ടേ പോകുള്ളൂ? നമ്മളെ സ്നേഹിക്കുന്നവരിലേക്ക്, അത് റിസീവ് ചെയ്യാനുള്ള ഹംബിൾനെസ് ഉള്ളവരിലേക്കേ പോവുള്ളൂ. സമ്മതിച്ചോ? അതേസമയത്ത് ഞാനിങ്ങനെ ഭയങ്കര സ്നേഹമായിട്ട് സഹോദര എന്നൊക്കെ പറഞ്ഞു താൻ പോടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പോകില്ല. അത് പിന്നെ കൂടി വരുമോ? കുറയുമോ? കുറയുള്ളൂ. കാരണം നമ്മുടെ സ്നേഹം എങ്ങോട്ട് മാത്രമേ ഒഴുകുള്ളൂ? സ്വീകരിക്കുന്ന പ്രതലങ്ങളിലേക്ക്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണെന്നറിയോ? താഴോട്ടും മുകളിലോട്ടും എല്ലാം ഒഴുകും. അതായത് അങ്ങനെ ഒഴുകാൻ അകപ്പേക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ മെർക്കുറി ഇച്ചിരി മുകളിലോട്ട് വരത്തില്ലേ? ഇല്ല, മെർക്കുറിക്ക് അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുസരിച്ച് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ കർത്താവിൻ്റെ സ്നേഹം താഴോട്ട് മാത്രമല്ല, ശത്രുക്കളുടെ നേരെയും ചെല്ലുന്ന, ഒന്നിനാലും ഇടറിപ്പോകാത്ത, എല്ലാ സമയത്തും ഫലം കൊടുക്കുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് ഈ അഗപ്പെ. ആ ഡിവൈൻ അഗപ്പയാണ് എന്നെപ്പോലെ ഒരുത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ലോകത്തിന് മുഴുവൻ. ഇപ്പൊ ഹൂ ഈസ് ഗോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1-18 വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഹൂ ഈസ് ഗോഡ് എന്ന് പുതിയ നിയമത്തിലെ വിശ്വാസിയായി എനിക്കറിയാവുന്നത് പോലെ ആർക്കും അറിയില്ല. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ക്രിസ്തുവിനെ നോക്ക്, അവൻ ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ പറയും, ക്രിസ്തുവിനെ നോക്കാൻ, ക്രിസ്തു എന്തിയെ? ക്രിസ്തുവിനെ നിങ്ങൾ ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമോ? അപ്പൊ നമ്മൾ എന്ത് പറയും? ക്രിസ്തു ആരാന്നറിയണമെങ്കിൽ ആരെ നോക്കാൻ പറയണം? എന്നെ നാട്ടുകാർ ഓടിക്കും. എന്നെ എന്നല്ല, നമ്മളെന്ന് പറയണം. ക്രിസ്തു എന്ന തലയെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് സഭയോട് വെച്ചേക്കുന്നത്. ഇപ്പൊ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തിയ പോലെ പുത്രനെ ആര് വെളിപ്പെടുത്തണം? അവന്റെ ശരീരം വെളിപ്പെടുത്തണം. എങ്ങനെ വെളിപ്പെടുത്തണം? ഈ അഗപ്പയുടെ എക്സ്ചേഞ്ച് വഴിയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് യേശുവിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അൺകണ്ടീഷണൽ ലവിലൂടെയാണ് കർത്താവാണ് നമ്മുടെ ദൈവം എന്ന് വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലും പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ
നിങ്ങൾ ഒന്നായിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാരണം ആൾക്കാർ പറയും നീ ഞങ്ങളുടെ ഇവർ ക്രിസ്ത്യാനികളാണ് എന്ന്. എങ്ങനെ പറയണം? ബിക്കോസ് ഓഫ് ദിസ് അൺകണ്ടീഷണൽ അഗപ്പെ. ഓക്കെ, ഇനി നമ്മുടെ വർഷിപ്പ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൗ ഡു വി ഹാവ് ആൻ ഇന്റലിജന്റ് വർഷിപ്പ്? എങ്ങനെയാണ് നമ്മുടെ ശരീരങ്ങളെ യാഗമാക്കുന്ന ഒരു റിയൽ വർഷിപ്പിലേക്ക് നമ്മൾ പോകുന്നത്? ഇന്ന് പലപ്പോഴും ഞായറാഴ്ചകൾ നമ്മൾ കൂടി വരുമ്പോൾ പോലും ഈ കുഞ്ഞാടിന് മുൻപിൽ അവൻ്റെ രക്ഷയോർത്തുകൊണ്ട്, നമ്മെ വീണ്ടെടുത്തതിനെ ഓർത്തുകൊണ്ട്, നമുക്ക് ആ നിത്യമായ പ്രവേശനം തന്നതിനെ ഓർത്തുകൊണ്ടുള്ളൊരു വർഷിപ്പ് നമ്മൾ കാണുന്നില്ല. അത് വളരെ കുറഞ്ഞുപോയി. നമ്മുടെ ഇടയിൽ ആ ഓർമ്മകൾ തന്നെ വളരെ കുറവാണ്. നമ്മൾ 1-2 വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ വായിക്കാം. 19-ാം വാക്യം മുതൽ. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ വർഷിപ്പ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെല്ലുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെല്ലുന്നത്? ഒന്നുകൂടെ വായിച്ചേ അതിന്റെ ആദ്യത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ. അപ്പൊ നമുക്ക് എങ്ങനെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചത്? യേശു ക്രിസ്തു അവന്റെ ദേഹം എന്ന തിരശ്ശീലയ്ക്ക്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ സ്തോത്രം ചെയ്യാൻ കാരണം എന്താ? നമ്മൾ എങ്ങനെ കർത്താവെ സ്തോത്രം എന്ന് പറയാനുള്ള അവകാശം നേടിയെടുത്തത്? കർത്താവെ, എൻ്റെ പിതാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയാൻ നമുക്ക് എങ്ങനെ ധൈര്യം വന്നത്? അവന്റെ ദേഹം എന്ന തിരശ്ശീല കീറി അവന്റെ രക്തത്താൽ അവൻ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിൽ പ്രവേശനവും ദേവാലയത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതനും ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മൾ അതാ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ വർഷിപ്പ് ചെയ്യാൻ പ്രവേശിക്കാനുള്ള അടിസ്ഥാനം എന്താണ്? ഈ ഉന്നതമായ സ്വർഗീയ മന്ദിരത്തിൽ കൃപാസനത്തിലേക്ക് നമ്മളെ കടത്തിവിടുവാൻ പിതാവിന്റെ അടുക്കലേക്കുള്ള പ്രവേശനം കർത്താവ് അവന്റെ ദേഹം എന്ന തിരശ്ശീല കീറി അവന്റെ രക്തത്താൽ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്ന ജീവനുള്ള ഒരു പുതുവഴിയിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ കർത്താവിനെ ഓർത്ത് എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? കർത്താവെ, ഈ പുതുവഴി ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടി നിന്റെ ദേഹത്തെ നീ കീറിയതിനായിട്ട് സ്തോത്രം. ഞാൻ കൊള്ളേണ്ട അടികളെല്ലാം നീ കൊണ്ട് നീ എനിക്ക് വേണ്ടി ഒരു യാഗമൃഗമായി മാറി നീ നിന്നെ തന്നെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. നീ ഒരു മഹാപുരോഹിതനായി നിന്റെ ശരീരത്തെ യാഗമർപ്പിച്ച് നിന്റെ രക്തത്താൽ എൻ്റെ ദുർമനസാക്ഷി പോകുവാൻ തക്കവണ്ണം നിന്റെ സന്നിധിയിലേക്കുള്ള ധാരാളമായ പ്രവേശനം നീ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇത് നമ്മൾ എങ്ങനെ സ്തോത്രം പറയുന്നതെന്നറിയാമോ? നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ക്ഷേമമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഒന്നും ആയില്ല. എന്തുകൊണ്ടൊന്നും ആകാത്തെന്നറിയാമോ? 2 പത്രോസ് 1-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം നമുക്ക് നോക്കാം. അതില് 2 പത്രോസ് 1-ാം അധ്യായം. ഓക്കെ, 8-9 വാക്യങ്ങൾ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. എവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോട് വീര്യവും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അവസാനം എഴുതിയിരിക്കുന്ന സ്നേഹം. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ പടിവാതിലാണ് അത്. സ്നേഹം ഒരാളിൽ തികയുന്നുണ്ടെങ്കിൽ അവൻ ഒരു കാര്യം ഉണ്ട്. എന്താ? അവൻ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവനാവുകയില്ല. കാരണം ഇവന്റെ സ്നേഹം നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം ഇവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അടുത്ത വാക്യം. അവ ഇല്ലാത്തവനോ കുരുടനത്രേ. അപ്പൊ എന്തില്ലാത്തവനാ? ഈ വിശുദ്ധീകരണത്തിൽ വളരാത്തവൻ. ക്രിസ്തുവിന്റെ യാഗത്തിൽ നിന്നുള്ള ആ വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ അവൻ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും അത്രേ. അതെന്താ സംഭവിച്ചെന്നറിയോ? നമ്മളിപ്പം
രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, കർത്താവെ കഴിഞ്ഞ ഒരു രാത്രി കാലം ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. ഞായറാഴ്ച വരുമ്പോൾ നമ്മൾ എന്ത് പറയും? വെള്ളിയാഴ്ച, ഇവിടെ വെള്ളിയാഴ്ചയല്ലേ, കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലം ഞങ്ങളെ ക്ഷേമമായി നടത്തിയതിനായിട്ട് സ്തോത്രം. മാസാവസാനം എന്ത് പറയും? കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളെ ക്ഷേമമായിട്ട്. വർഷാവസാനം ആകുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം. ഇതൊന്നും അല്ലാതെ ചുമ്മാ ഒത്തിരി നന്ദിയുള്ളവരുണ്ട്. അവർ പറയും ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹ്രസ്വദൃഷ്ടിയാണ്, ഷോർട്ട് സൈറ്റ്. എൻ്റെ കണ്ണട ഇത് ക്ലിയർ അല്ല, എൻ്റെ ലെൻസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാനത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്തത്. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് എനിക്കുണ്ട്. ഇതിന് മുകളിൽ ഷോർട്ട് സൈറ്റും താഴെ ലോങ് സൈറ്റും, ഇത് രണ്ടും ഉണ്ട്. ഓക്കെ, ഈ ഷോർട്ട് സൈറ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. പിള്ളേർക്കെല്ലാം വരുന്നത് ഷോർട്ട് സൈറ്റാണ്. അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. പൊറോട്ടം തിരിഞ്ഞു നോക്കിയാലോ, അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. നിങ്ങൾ പൊറോട്ടം തിരിഞ്ഞു നോക്കി. അങ്ങനല്ല, ജീവിതത്തിൽ പൊറോട്ടം തിരിഞ്ഞു നോക്കി. എന്തൊക്കെ കണ്ടു? കഴിഞ്ഞ ആഴ്ച വണ്ടി ഇടിക്കാവുന്നിടത്തുനിന്ന് കർത്താവ് രക്ഷ കണ്ടില്ലേ? കണ്ടു. കഴിഞ്ഞ ദിവസം കണ്ട് വണ്ടി ഇടിക്ക് നമ്മളെല്ലാം രക്ഷപ്പെട്ടില്ലേ? ആരൊക്കെയോ വണ്ടിക്കകത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ കർത്താവ് അത് കണ്ടു അല്ലേ? അത് കണ്ടു. കഴിഞ്ഞ ആഴ്ച കാലം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പം കാത്തു സൂക്ഷിച്ച് അത് കണ്ടില്ലേ? അതും കണ്ടു. കുവൈറ്റിലേക്കുള്ള വിസ കിട്ടിയത് ഓർമ്മയുണ്ടോ? അതും കണ്ടല്ലോ. കണ്ട നന്ദി പറഞ്ഞോ? അത്രയും കാണാൻ പറ്റുന്നുണ്ടല്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് എത്ര നാളായി ഓർത്തിട്ട്? അതും മറന്നു പോവല്ലേ? അത് ഓർക്കുന്നില്ല. അപ്പം അത്ര ലോങ് ആയിട്ട് അങ്ങോട്ട് നോക്കാൻ, പുറകോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താ എൻ്റെ പ്രശ്നം? ഈ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു പോവാ നമുക്ക്. അപ്പം ഞാൻ പറയും, എൻ്റെ കർത്താവ് അതൊന്നും വലിയ കാര്യമല്ല ഞങ്ങൾക്ക് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം, ഞങ്ങളുടെ വീട്ടിലെ കാര്യം, ഞങ്ങളുടെ ഉപജീവന ചിന്ത, അതാ ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതല്ലേ ഓർക്കുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇനി നമുക്ക് മുമ്പോട്ടൊന്ന് നോക്കാം. മുമ്പോട്ടൊന്ന് നോക്കിയാൽ 2022 നമുക്കൊരു വിടുതലാണ്. 25 ഞങ്ങളുടെ വീട് പണി കംപ്ലീറ്റ് ആക്കണം, പിള്ളേരെ എവിടെയെങ്കിലും കെട്ടിച്ചു വിടണം. അത്രയൊക്കെ കാണുന്നുണ്ടല്ലേ? അത്രയൊക്കെ കാണുന്നുണ്ട്. കർത്താവിനോട് തേജസ്സിൽ ഇരിക്കുന്ന കാണുന്നുണ്ടോ? അപ്പൊ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും പെന്തക്കോസ്തുകാർക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയായിപ്പോയി, ഷോർട്ട് സൈറ്റഡ്നെസ്. ബൈബിളിൽ പറയുന്നത് എന്നറിയോ? യഥാർത്ഥ കാഴ്ചകളെല്ലാം ഈ നിത്യതയിലായതുകൊണ്ട് ഈ ഹ്രസ്വദൃഷ്ടി ഉള്ളവൻ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? കുരുടൻ. വായിച്ചു നോക്കിയാ വാക്യം ഒന്നുകൂടെ. അവയില്ലാത്തവനെ കുരുടൻ അത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ള. അപ്പൊ കുറച്ച് ദൃഷ്ടിയുണ്ട്. കുറച്ച് ദൃഷ്ടിയുള്ളതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് ഈ ലോകത്ത് ഒത്തിരി പ്രയോജനമുണ്ട്. പക്ഷേ ആത്മീക ലോകത്തിൽ തിരശീലയ്ക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഹ്രസ്വദൃഷ്ടി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇന്ന് നിങ്ങൾ എവിടെ വർഷിപ്പിന് പോയാലും, നിങ്ങൾ ഈ വർഷിപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എല്ലാ വർഷിപ്പിലും കഴിഞ്ഞ ആഴ്ച നടത്തിയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്താൽ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ സ്തുതിക്കാതിരിക്കാനൊക്കെ പറ്റും. കാരണം കർത്താവിൻ്റെ അടുത്ത് പോയാലും അതിനേക്കാൾ നല്ലപോലെ നമുക്ക് സ്തുതിക്കായിരുന്നു അല്ലേ? അതെന്താ മിണ്ടാത്തെ? ശരിയല്ലേ? നമ്മൾ ഇപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കർത്താവിൻ്റെ അടുത്തോട്ട് പോയി എന്ന് വിചാരിച്ചോ? ഞാനവിടെ ഭയങ്കരമായിട്ട് സ്തുതിക്കുമായിരിക്കുമല്ലോ. ശരീരം വിടാണെങ്കിലും എനിക്ക് കർത്താവിൻ്റെ അടുത്ത് വിശ്രമിക്കാമല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ ഇത്തിരി ആയുസ് നീട്ടി കിട്ടിയെന്ന് നമുക്ക് സ്വത്രം പറയാനുണ്ടോ? പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ മറ്റത് മറന്നു പോരുത്. ഏതാ? നമ്മൾ എന്നേക്കുമായി പിതാവിൻ്റെ മടിയിൽ ഇരുത്തുവാൻ തക്കവണ്ണം കൃപാസനത്തിലേക്ക് ധാരാളമായ പ്രവേശനം നമുക്ക് ലഭിക്കാൻ വേണ്ടി അവൻ അവൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തുവെന്നും വേദനയോടെ രക്തം ചൊരിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കി തന്നെന്നും ആ വഴി ഉണ്ടാക്കി തന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുൻപിലാണ് ഞാൻ നമസ്കരിക്കേണ്ടതെന്നും മറന്നു പോകരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ അപ്പം നുറുക്കുന്നത്, ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പം പഴയ നിയമകാലത്തെ പോലെ നമുക്ക് യാഗം കഴിക്കണ്ട. കാരണം എന്താ? പാപങ്ങളുടെ മോചനമുള്ളിടത്ത്. ഇപ്പൊ വായിച്ച വാക്യത്തിന് തൊട്ടുമുമ്പുള്ള വാക്യം വായിച്ചു നോക്കി. എബ്രായ ലേഖനത്തിലെ 10-ാം അധ്യായത്തില് അല്ലല്ല, അതിനു മുമ്പുള്ള വാക്യം. എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? ആരാധിക്കാൻ യാഗം കഴിക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ യാഗത്തെ മറന്നു പോയിരുന്നാൽ മതി. ഏത് യാഗമാ? കർത്താവ് എനിക്ക് വേണ്ടി കഴിച്ച യാഗത്തെ ഓർത്തോണ്ടാണ് നമ്മൾ പറയുന്നത്. കർത്താവേ, നീ കഴിച്ച യാഗം കാരണമാണ് എനിക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് കയറാനും സ്തോത്രം ചെയ്യാനും മകനെന്ന് വിളിക്കപ്പെടാനും നിന്നെ അപ്പാന്ന് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായത്. കർത്താവെ, ആ രക്തത്തിനായിട്ട് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു.
ആ ശരീരം എനിക്ക് നുറുക്കപ്പെട്ടതിനായിട്ട് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്ത് നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും നമ്മുടെ വീണ്ടെടുപ്പിന്റെയും രക്തം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതിന്റെ അടയാളമാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് വർഷിപ്പ് ഈസ് അക്നോളജിങ് ഹിസ് സാക്രിഫിഷ്യൽ ഡെത്ത് ഫോർ us. അവൻ നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മയാണ്. ഇത് നമ്മുടെ മൈൻഡ്, നമ്മുടെ മൈൻഡിലല്ല, ഇത് ശരിക്കും നമ്മുടെ ആത്മാവിൽ ഇത് വരണം. ഏത് വരണം? അവന്റെ മരണ പുനരുത്ഥാനങ്ങളോടുള്ള ആ കൺഫെഷൻ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു ലോർഡ്, നീ കാരണമാണ് കർത്താവെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് അപ്പൊ പിതൃത്വം നമുക്ക് ലഭിച്ചത്. നമ്മൾ അപ്പാ ചുമ്മാ വിളിച്ചാൽ പോരാ. വി ആർ ഹിസ് ചിൽഡ്രൻ. അതെങ്ങനെ ആയത്? ഈ പുത്രന്റെ യാഗത്തിലൂടെയാണ് ആയത്. അപ്പൊ എങ്ങനെയാ പുതിയ നിയമത്തിന്റെ ആരാധന? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഞായറാഴ്ചത്തെ കാര്യം മാത്രം നോക്കരുത്. വീട്ടിലിരിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്തോത്രം ചെയ്യുന്നത് നല്ലതാ. എന്തോർത്തിട്ടാണെന്നറിയോ? ഈ യേശുവിൻ്റെ യാഗത്തെ ഓർത്തിട്ട്. അത് പുതിയ നിയമത്തിൽ അതൊരു നിയമിതമായ കാര്യമാണ്. ദാറ്റ്സ് ഹൗ വി പ്രൈസ് ദ ലോർഡ്. അതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ആരാധന നമുക്ക് തുടർന്ന് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ, ആ പാട്ട് പാടുന്നു എന്നുള്ള കഴിഞ്ഞുള്ള വാക്യം, അതായത് 11. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയൊരു പാട്ട് അവർ പാടുന്നു. 5-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം. പിന്നെ ഞാൻ ദർശനത്തിൽ കേട്ടു 10,000 × 10,000 × 1000 × 1000. പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് കണക്കൂട്ടിയാൽ മതി. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടികളുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം. 4 ജീവികൾ ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണു. അപ്പൊ സ്വർഗത്തിലെ ഒരു വർഷിപ്പിന്റെ ഫുൾ പാറ്റേൺ നമുക്ക് മനസ്സിലായില്ല. എന്താന്ന് മനസ്സിലായോ? അപ്പൊ അവിടെ പറയുന്നത് എന്താ? ബലവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ ആരാ യോഗ്യൻ? ഇടയ്ക്ക് സാത്താൻ ഇത്തിരി ബലമൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ? ഇല്ലേ? നമ്മൾ പറയല സാത്താന് ഭയങ്കര ശക്തിയാ ബ്രദറെ. നിങ്ങൾ എത്ര പേർ പറഞ്ഞിട്ടുണ്ട്? മേലാ പറഞ്ഞേക്കരുത്. നമ്മളിത് പറഞ്ഞിട്ട് കുറെ ശക്തി ആർക്ക് കൊടുത്തേക്കുക? ആർക്ക് കൊടുക്കേണ്ടതാ ഈ ശക്തിയും ബലവും? ദൈവത്തിനും കുഞ്ഞാടിനും. നമ്മൾ കുറച്ച് ശക്തി എടുത്ത് ആർക്ക് കൊടുക്കും? കഷ്ടം. അപ്പൊ ഒരു കുട്ടിച്ചാത്തൻ നിന്ന് മറ്റേ കുട്ടിച്ചാത്തൻ പറയും, എടാ എനിക്ക് ഭയങ്കര ശക്തിയാ. ആര് പറഞ്ഞു? ദാ പെന്തക്കോസിലെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് എനിക്ക് ഭയങ്കര ശക്തിയാണ്. എടാ നമുക്കുണ്ടായിരുന്നു ശക്തി, പക്ഷെ നമുക്ക് പണ്ട് ഭയങ്കര ശക്തിയായിരുന്നു. അന്ന് പാഴ്സിരാജ്യത്തിന്റെ പ്രഭുവൊക്കെ ഉണ്ടായിരുന്നു, ദേശാധിപ ശക്തി ഉണ്ടായിരുന്നു. ഒരെണ്ണം കുവൈറ്റിന്റെ മുകളിലുണ്ടായിരുന്നു, ഒരെണ്ണം ഇന്ത്യയുടെ മുകളിലുണ്ടായിരുന്നു, ഒരെണ്ണം ഡൽഹിയിലായിരുന്നു അത് ഇരുന്നത് പണ്ടേ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു പോയി. നമ്മളെല്ലാം തോറ്റുപോയതാ. അതുകൊണ്ട് നീ അധികം ഗമ കാണിച്ചുകൊണ്ട് അവരെടുത്തോട്ട് ചെല്ലണ്ടെന്ന് വിവരമുള്ള ഭൂതം പറഞ്ഞു കൊടുക്കും. പക്ഷെ നമുക്ക് അത്രയും പോലും വിവരമില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താൻ നമ്മളെ ഇട്ട് ഇങ്ങനെ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് അറിയാതെ നമ്മുടെ ഒരു തലമുടിനാര് പോലും നിലത്ത് വീഴല. ഈ പത്രോസിനെ പരീക്ഷിക്കാൻ പോകാൻ വേണ്ടി പോലും സാത്താൻ പോയി ചോദിക്കണം, ഞാൻ ഒന്ന് പരീക്ഷിച്ചോട്ടെ അവനെ. കാരണം നിന്റെ ഈ പത്രോസ് എന്ന് പറയുന്നവൻ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അവനെ ഒന്ന് പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം അവനൊന്നും ഇല്ലെന്ന്. അപ്പൊ കർത്താവ് പറയുന്നത്, എങ്ങനെ പരീക്ഷിച്ചാലും കുഴപ്പമില്ല, വിശ്വാസത്തെ മാത്രം തുടരരുത്. എന്നാ പരീക്ഷണം? പിന്നെ വിശ്വാസത്തെ തുടരാത്ത എന്ത് പരീക്ഷണം? നീ എന്ത്? അപ്പോൾ അതുപോലും, അതായത് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോലും സാത്താൻ ആരുടെ പെർമിഷൻ വേണം? എന്നിട്ട് ഇവനെ പേടിച്ചുകൊണ്ട് നമ്മൾ നടന്ന ഇവൻ നമ്മൾ പറയുന്ന കേൾക്കുവോ? ചുമ്മാതാണോ ശ്വാസിച്ച ഇതൊന്നും പോകാത്തത്? നമ്മൾ തന്നെയാണ് അതിന് ശക്തി കൊടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ബലഹീനത വെറും ബലഹീനമായ സാധനം. അത് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അവന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളെ കൊണ്ട് ശക്തി ഉണ്ടെന്ന് പറയിപ്പിക്കുക. അപ്പൊ കുറെ ശക്തിയും ബലവും ആർക്ക് കൊടുത്തു? സാത്താന് കൊടുക്കുന്നത് വർഷിപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കുറെ ശക്തി നമുക്കും തരുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ദൈവത്തിന്റെ ആരാധന എങ്ങനെ ഡൈവേർട്ടായി പോകുന്നത്? കുറെ നീതി എൻ്റെ, കുറെ വിശുദ്ധി എൻ്റെ, കുറെ അധ്വാനം എൻ്റെ, ഞാൻ നിന്നു ബ്രദറെ എന്ന് പറയുമ്പോൾ ആർക്കാ അതിന്റെ മഹത്വം? ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഈ സകല രക്ഷയെ സംബന്ധിക്കുന്ന എല്ലാ മഹത്വവും ആരാധനയിൽ നമ്മുടെ മുട്ടുമടങ്ങുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയുന്ന, കർത്താവെ അയോഗ്യനും പാപിയും ദരിദ്രനുമായ എന്നെ
നീ നിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നിന്റെ നീതിയാൽ എന്നെ നീതിമാനാക്കി നിന്റെ വിശുദ്ധിയാൽ എന്നെ വിശുദ്ധനാക്കിയതുകൊണ്ട് മാത്രം ആ ജീവനുള്ള പുതുവഴിയിലൂടെ ഞാൻ കടന്നു വന്ന് നിന്നെ ആരാധിക്കുന്നു. അപ്പൊ മഹത്വം മുഴുവൻ ആർക്കാ? സകല മുഴങ്ങാലും മടങ്ങുന്ന ആ നാമത്തിനാ. ഓക്കെ, ഈ ജീവന്റെ വഴി എന്താണെന്നും കൂടെ നമുക്ക് ഈ ആരാധന, ആ ജീവന്റെ വഴി മനസ്സിലായാലേ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ ജീവന്റെ വഴി? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ജീവന്റെ വഴിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. കർത്താവ് ഇതുവരെ സ്ഥലം ഒരുക്കിയിട്ടില്ലേ സ്വർഗത്തിൽ? പണി നടന്നുകൊണ്ടിരിക്കുകയാണോ? പെയിന്റ് അടിക്കുവാണോ? അത് നമുക്ക് എല്ലാവർക്കും ഉള്ള റൂം ക്ലിയർ ചെയ്ത് ടൈൽസ് ഇടുവാണ്? എന്തായിരിക്കും അവിടെ സംഭവം? ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്നല്ലേ? ശരിക്കും കർത്താവിനൊരു സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും വീടുണ്ടാക്കാൻ എത്ര നേരം വേണ്ടി വരും? എത്ര നേരം വേണ്ടി വരും? വേർഡ് ഓഫ് എ കമാൻഡ് അല്ലേ? ആജ്ഞയുടെ ഒരു ശബ്ദം പോരെ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റുന്ന ദൈവത്തിന് സ്വർഗത്തിൽ ഇത്രയും പേർക്ക് സ്ഥലം ഒരുക്കാൻ എത്ര നേരം വേണം? അപ്പൊ ഇവിടെ എന്താ ഈ 2000 വർഷമായിട്ട് ഇത് പണി തീരാത്തെ? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ പണി അവിടെ അല്ല നടക്കുന്നത്, പണി ഇവിടെ നടക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുടെ പണി നടക്കുന്നതാണോ അതോ അനേക വാസസ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്നാണോ? ഉണ്ടെന്നാ. അപ്പൊ നമ്മളെല്ലാം ചെന്നാലും താമസിക്കാനുള്ള സ്ഥലം അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി എന്താ ഇല്ലാത്തത്? നിങ്ങളുടെ പിള്ളേരെ ഇനി ഹയർ സ്റ്റഡീസിന് പോകുന്ന കുറേ പിള്ളേരുണ്ടല്ലോ അല്ലെ? കുറേ പേര് ഈ വർഷം പോകാന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകാൻ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോളേജിലായിരിക്കുമല്ലോ MBBS പഠിപ്പിക്കുന്ന ബാംഗ്ലൂരിലൊരു കോളേജ് എന്ന് വിചാരിച്ചോ. അവിടെ സീറ്റും ഉണ്ട്, ഹോസ്റ്റലും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് അവിടെ സ്ഥലം ഒരുക്കിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ മക്കൾക്ക് സ്ഥലം ഒരുക്കണേ എന്താ വേണം? ആദ്യം നീറ്റ് പാസ്സാവണം അല്ലേ? പിന്നെ വിറ്റാമിൻ M അത് ആവശ്യമുള്ളത്രയും കൊടുക്കണം അല്ലേ? M മനസ്സിലായില്ലേ? ഡോക്ടർമാർക്ക് മനസ്സിലാകാത്തൊരു വിറ്റാമിനാണത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ ആകുമ്പോൾ എന്ത് സംഭവിക്കുള്ളൂ? നമ്മുടെ പേരിലൊരു സ്ഥലം അവിടെ ഒരുങ്ങുള്ളൂ. സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ? വീടില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ അവന്റെ സഭയെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതെ, എങ്ങോട്ടാ ഒരുക്കാൻ പോകുന്നറിയോ? എങ്ങോട്ടാ പോകുന്നത്? കർത്താവ് എങ്ങോട്ടാ പോയത്? യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയത്? ക്രൂശിലേക്കാ പോയത് അല്ലേ? നമുക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി കർത്താവ് എങ്ങോട്ടാ പോയത്? ക്രൂശിലേക്കാ. അവിടെയാ എനിക്ക് സ്ഥലം ഒരുക്കിയത്. അതായത് കർത്താവ് പറയാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നേരെ എങ്ങോട്ടാ പോയത്? ക്രൂശിൽ പോയി അവിടെ അവൻ മരിച്ച് അവൻ ജീവന്റെ ഒരു പുതുവഴി എനിക്ക് തുറന്നു തന്നു. എങ്ങോട്ട് പോകാനുള്ള? പിതാവിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു ഞാൻ മൂലമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. സിമ്പിൾ അല്ലേ സംഭവം? അടുത്ത വാക്യം താഴോട്ട് വായിച്ചേ. ഇപ്പൊ തോമസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് കർത്താവ്. കാരണം കർത്താവ് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടുമെന്നും മരിക്കുമെന്നും പുനരുത്ഥാനം പ്രാപിക്കുമെന്നും തിരിച്ച് കർത്താവിൻ്റെ അടുത്തോട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ പിതാവിൻ്റെ അടുത്തേക്ക് കർത്താവിന് മടങ്ങിപ്പോകാൻ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ എന്തുണ്ട്? ഈ ക്രൂശുണ്ട്. സമ്മതിച്ചോ? അപ്പൊ കർത്താവ് എന്താ ശിഷ്യന്മാരോട് പറയുന്നത്? ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അടുത്ത വാക്യം. തോമസ് അവനോട് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഒത്തിരി പ്രാവശ്യം കർത്താവ് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലായില്ല. തോമസ് പറയാണ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? അപ്പൊ തോമസിനാണ് എല്ലാം കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇവൻ പറയാണ് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞാലെങ്കിൽ വഴിയെങ്കിലും തപ്പി പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കർത്താവ് പറഞ്ഞു യേശു അവനോട് സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞ തോമസേ, ഞാൻ പോകുന്നിടത്തുള്ള വഴി നീ ഒരു കാര്യം ചെയ്യും. ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് പിന്നെ അടുത്ത വളവിൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് അങ്ങ് പൊക്കോ എന്നൊരു വഴിയൊന്നും ഞാൻ പറഞ്ഞു തരുന്നതാണോ നീ വിചാരിച്ചത്? അതൊരു ഫോർമുല പറഞ്ഞു തരുന്നതാണോ വിചാരിച്ചത്? നോ നോ നോ, അതൊന്നും അല്ല. പിന്നെ എന്താണ്? ഞാൻ തന്നെയാണ് വഴി. ഇപ്പൊ പിതാവിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ ആരാ വഴി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ജീവന്റെ ഒരു പുതുവഴി, അത് ക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞ കർത്താവ് ഈ ഭാഷയിലാണ് തോമസിനോട് പറയുന്നത്
തോമസേ, നീ 3 വർഷമായിട്ട് എൻ്റെ കൂടെ നടന്നിട്ടും നീ കണ്ടില്ല ഞാൻ എങ്ങനെ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതെന്ന്? നീ കണ്ടില്ല ഞാൻ പാപത്തോടെ എങ്ങനെ എതിർത്ത് നിൽക്കുന്നതെന്ന്? നീ കണ്ടില്ല ഞാൻ എങ്ങനെ നീതിയിൽ അനുസരണത്തിൽ തികഞ്ഞവനാകുന്നതെന്ന്? നിന്റെ വഴി ഇത് തന്നെയാണ്. ഞാൻ എങ്ങനെ ജീവിച്ചോ അതേ വഴി തന്നെയാണ് നിനക്കും ഉള്ളത്. അപ്പൊ ജീവന്റെ പുതുവഴി എന്ന് പറഞ്ഞാൽ ആര് നടന്ന വഴിയാ? കർത്താവ് നടന്നു പോയ ഇടുക്ക് വഴിയാ. ആ ഇടുക്ക് വഴിയെ ഞാൻ പ്രവേശിക്കുമ്പോഴാണ് എൻ്റെ ശരീരം യാഗമാകുന്നതും ആരാധനയ്ക്കായി ഞാൻ ബുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കപ്പെടുന്നതും. അപ്പോൾ എങ്ങനെയാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സ് എൻ്റെ ജഡത്തിന് അനുരൂപമായതിനെ മാറി ആത്മാവിന് അനുരൂപമായ ചിന്തകളിലേക്ക് ഞാൻ വളർന്ന് പതുക്കെ ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ മനസ്സിനെ കർത്താവ് എന്ത് ചെയ്യുക? ഈ ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കുക. നമ്മൾ മരിക്കുമെന്ന് സംഭവിക്കുന്നറിയോ? ആത്മാവും മൈൻഡും കൂടെ ഒന്നാവും. അതോടുകൂടി നമ്മുടെ വിശുദ്ധീകരണം പൂർത്തിയാവും. ഇനി നമ്മൾ വിശദീകരിക്കാൻ പറ്റില്ല. ആ മരിക്കുന്ന മോമെന്റിൽ നമ്മുടെ ആത്മാവും പ്രാണനും കൂടെ ഒന്നിച്ചായിട്ട് ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി കർത്താവിൻ്റെ അടുത്തേക്ക് പോകും, ശരീരം ഈ മണ്ണിലേക്ക് വിടും. അപ്പൊ മനസ്സ് പൂർണ്ണമായും ഒപ്പം ആരുടെ ഒപ്പം നിൽക്കും? ശരീരത്തിന്റെ ഒപ്പമല്ല, ആത്മാവ് പറയുന്ന കേൾക്കുന്ന, അതിനോട് എഗ്രി ചെയ്യുന്ന, സ്തോത്രം ചെയ്യുന്ന ഒരു മൈൻഡ് നമുക്കുണ്ടാവും. ഈ മൈൻഡാണ് കൺവേർട്ടഡ് റിന്യൂഡ് മൈൻഡ്. ഇപ്പൊ റിന്യൂഡ് മൈൻഡിന് എപ്പോഴും ആർക്കെ മഹത്വം കൊടുക്കുള്ളൂ? ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ വർഷിപ്പ് ചെയ്യുന്ന മൈൻഡാണ് ഡെലിവേർഡ് ആകുന്നത്, ആത്മാവുമായിട്ട് യോജിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനോട് പറയുക, എൻ മനമേ നീ യഹോവയെ സ്തുതിക്കുവിൻ, വാഴ്ത്തുവിൻ. അതിനർത്ഥം എന്താ? ഈ മനസ്സ് എന്തിനോട് എഗ്രി ചെയ്യണം? ആത്മാവ് തരുന്ന കാഴ്ചകളോട്, ആത്മാവ് പറയുന്ന വാക്യങ്ങളോട് മൈൻഡ് പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യണം, ഒരു റിബല്യനും ഇല്ലാതെ. എന്ന് പറഞ്ഞാൽ ആദ്യം ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം ഉണ്ടായിരുന്നുകൊണ്ട് കർത്താവ് എന്ത് പറഞ്ഞാലും ഞാനൊന്ന് ആലോചിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാം, നിർത്തിക്കോ, നീ കാശ്മീരിൽ പോയി സുവിശേഷ വേല ചെയ്തോ എന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇത് ഓഫ് ചെയ്ത് ആ വഴി ഇറങ്ങി അങ്ങ് പോകും. അപ്പം നിങ്ങൾ ചോദിക്കുക, എങ്ങോട്ട് പോവാ? കാശ്മീരിലോട്ട് പോവാ. എങ്ങനെ ഉണ്ടായിരിക്കും? ഇവനെയൊക്കെ വിളിച്ചത് ഒരു പ്രസംഗം പോലും കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കല്ലേ? ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ? കർത്താവിനോട് പോകാൻ പറഞ്ഞു. എനിക്ക് നന്മതിന്മകൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്ര പെട്ടെന്ന് പോകില്ല. ഞാനപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്ന ആലോചിക്കും. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ എന്ത് കിടപ്പുണ്ട്? ഈ പഴം കിടപ്പുണ്ട്. അത് ആലോചിച്ചാലും പോരാ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ കാര്യം ആലോചിക്കും. എൻ്റെ മക്കൾക്ക് അവിടെ എഡ്യൂക്കേഷൻ കിട്ടുമോ? നമ്മുടെ മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടോ? അവിടെ പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ? ഞാൻ ആന്ധ്രയിലോട്ട് കർത്താവ് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഫോണിന് റേഞ്ച് ഉണ്ടോയെന്ന്. റിയലി. പിന്നെ കർത്താവ് മനസ്സിലാക്കി തന്നെ അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് നന്മതിന്മകൾ അറിയാവുന്നതുകൊണ്ട് ബോംബ് വെച്ചാൽ ഞാൻ കാണുമോ? വയസ്സാം കാലത്ത് എൻ്റെ അപ്പനെ അമ്മേനെ ആര് നോക്കും? അപ്പോൾ നമ്മൾ ജീവന്റെ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം പറയുന്നൊന്നും നമ്മൾ കേൾക്കുകയില്ല. ആത്മാവ് എന്ത് പറയുന്നു അതിനോടെല്ലാം മൈൻഡ് ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ വർഷിപ്പ്. അപ്പം ഞാൻ പറയാണ്, കർത്താവ് എൻ്റെ ബുദ്ധിയെക്കാളും വലുത് നീയാണ്, എൻ്റെ പ്ലാനിങ്ങിനേക്കാളും വലുത് നീയാണ്, എൻ്റെ മക്കളെക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ ജോലിയേക്കാളും എനിക്കുള്ള എല്ലാറ്റിനേക്കാളും എൻ്റെ ജീവനേക്കാളും വലുത് നിന്റെ ശബ്ദമാണ് എന്ന് ഞാൻ പറയുമ്പോഴാണ് ഞാൻ ആരായി മാറുന്നത്? ഈ ദൈവത്തിൻ്റെ രാജ്യമായി മാറുന്നത്. ഈ ഒരു വർഷിപ്പ്, എൻ്റെ മൈൻഡ് കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ ശരീരം പൂർണ്ണമായിട്ടും. അപ്പൊ പൗലോസ് പറയാണ്, ആ വർഷിപ്പിന്റെ ഫലമായിട്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഡയലോഗ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ പണ്ട് ഞാൻ ജഡത്തിൽ അറിയുമായിരുന്നു, ഇപ്പം കർത്താവിനെ പോലും ജഡത്തിൽ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ജഡത്തിൽ അറിയാന്ന് പറയുന്നത് എന്നറിയോ? യേശു ക്രിസ്തു എന്ന വ്യക്തി ഇവിടെ വന്ന് ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ വ്യക്തി എനിക്കറിയാം. അപ്പം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, ഹൃദയത്തിൽ ചെയറിട്ട് കർത്താവ് ഇരിക്കുന്നു. ഞാൻ രാവിലെ, നമ്മുടെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറല്ലേ? ആണോ? കുവൈറ്റിലും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ 24 ബോഗിയുള്ളൊരു ട്രെയിനായിട്ട് നമ്മുടെ ഒരു ദിവസത്തെ സങ്കല്പിച്ചോ. 24 ബോഗിയുള്ള ട്രെയിൻ. അതിനകത്ത് രാവിലെ 6 മണിക്കുള്ള ആ ബോഗി, 6 തൊട്ട് 7 വരെയുള്ള ബോഗിയിലും വൈകിട്ടൊരു 8 മണി തൊട്ട് 9 മണി വരെയുള്ള ബോഗിയിലും മാത്രമേ ആരുള്ളൂ? കർത്താവുള്ളൂ. മനസ്സിലായോ? ബാക്കി എല്ലാ ബോഗിയിലും നമ്മൾ തന്നെ രാജാക്കന്മാര്. സമ്മതിച്ചോ? അപ്പൊ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന നമ്മള് ജഡപ്രകാരമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന്റെ ഭാഗമായി വരുന്നില്ല. പിന്നെയോ സാധാരണ മതങ്ങളിലുള്ള പോലെ ഒരു വർഷിപ്പ് ടൈമിൽ മാത്രമേ ഞാൻ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ശരീരം യാഗമാകുമ്പോൾ മനസ്സ് ആത്മാവിനോട് ചേരുമ്പോൾ 24 ബോഗിയിലും ദൈവം തന്നെ ആയിരിക്കും രാജാവ്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ ജഡപ്രകാരമല്ല ദൈവത്തെ അറിയുന്നത്, എൻ്റെ ജീവനായിട്ട് അറിയുന്നത്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറുക, അവൻ്റെ ജീവൻ എൻ്റെ ജീവിതമായി മാറുക. അപ്പം ഞാൻ എങ്ങനെയാണ് കർത്താവിനെ അറിയുന്നത്? കർത്താവ് ഒരു കസേര ഇരിക്കുന്നതായിട്ടല്ല അറിയുന്നത്, എന്നിലൂടെ വസിക്കുന്നതായിട്ട് അറിയുന്നത്. അതാണ് ജീവന്റെ വഴി എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ലിവിങ് ത്രൂ മീ ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ അവൻ എന്നിൽ വസിക്കുന്നതാണ് യഥാർത്ഥ വർഷിപ്പിന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വർഷിപ്പ് എത്ര പ്രധാനമാണെന്ന്. കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ കൺഫസ് ചെയ്യുന്നതും, കർത്താവെ നിന്റെ യാഗം മൂലം എന്ന് എൻ്റെ മൈൻഡ് പറയുന്നതും, ജീവന്റെ പുതുവഴി നീ തുറന്നു തന്നതാണ് കറക്റ്റ് എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അക്നോളജ് ചെയ്യുന്നതും എൻ്റെ വിശുദ്ധീകരണത്തിന് എത്ര ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യണം? കർത്താവിനെ ബുദ്ധി കൊണ്ട് സ്തോത്രം ചെയ്യണം, മൈൻഡ് കൊണ്ട്, ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ബുദ്ധി കൊണ്ട് സ്തോത്രം ചെയ്യണം. കാരണം ബുദ്ധി കൊണ്ട് സ്തോത്രം ചെയ്യുമ്പോഴാണ് ബുദ്ധി ആത്മാവിന്റെ കാര്യങ്ങളോട് എഗ്രി ചെയ്യുന്നത്. കാരണം അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പം ബുദ്ധി കൊണ്ട് ആരാധിക്കുന്നില്ല, ബുദ്ധി അബലമാണ്. അതേ സമയത്ത് ബുദ്ധി കൊണ്ടും കൂടെ ഒന്ന് ആരാധിച്ചു നോക്കിയേ, അപ്പൊ ഈ ബുദ്ധി എന്തിനോട് എഗ്രി ചെയ്യും? ഈ ആത്മാവിനോട് എഗ്രി ചെയ്യും. ബുദ്ധി ആത്മാവിനോട് എഗ്രി ചെയ്താണ് നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത്. നമ്മുടെ മൈൻഡ് എഗ്രീസ് വിത്ത് ദ സ്പിരിറ്റ്. അതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഒരു ഡിസ്കോർഡും ഇല്ലാതെ, ഒരു എതിർപ്പും ഇല്ലാതെ, ഒരു വിമത ശബ്ദവും ഇല്ലാതെ ആത്മാവ് എന്തെല്ലാം ഉൾക്കാഴ്ചകൾ നമുക്ക് തരുന്നോ അതിനോടെല്ലാം മനസ്സിന് ആമേൻ പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ പെർഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ ഈ ഞായറാഴ്ച ആയതുകൊണ്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആരാധന, സ്തോത്രം, സ്തുതിസ്തോത്ര യാഗങ്ങൾ, കാരണം അവൻ അത് സ്വീകരിപ്പാൻ യോഗ്യനാണ്, അവന് മാത്രമേ യോഗ്യതയുള്ളൂ. ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഈ ആരാധനയുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, ദൈവത്തിന് എന്തിനാ ആരാധിക്കാൻ ഇത്ര കൊതിയെന്ന്. ചിലർ പറയുന്നത് നമ്മൾ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചേക്കുന്നത്. അപ്പം എപ്പോഴും ഇങ്ങനെ കർത്താവേ നീ വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ ഈ ആരാധന കൊതിയനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ആരാധിക്കുമ്പോൾ പൊക്കി പറഞ്ഞാൽ എന്ത് കിട്ടും? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരു വിടുതലിനും വേണ്ടി അല്ല ആരാധിക്കുന്നത്, വിടുതൽ കിട്ടിയത് കൊണ്ട് ആരാധിക്കുന്നത്. ആണോ? നമ്മൾ വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവേ സ്തോത്രം എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടല്ല, കാര്യം സാധിക്കാൻ വേണ്ടിയല്ല. ഓക്കെ, അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധന കൊതിയനായ ദൈവം ആയതുകൊണ്ടല്ല. എന്തിനാണ് ദൈവം നമ്മോട് അവനെ ആരാധിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എൻ്റെ വായിൽ ഇഷ്ടം പോലെ ഉമിനീരുണ്ട്, ഉമിനീര്, സലൈവ. നിങ്ങൾക്ക് എല്ലാവരുടെ വായിലില്ലേ? അത് അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലാതെ വന്നാലാ വിഷമം അല്ലേ? ഇല്ലാതെ വന്നാൽ വെള്ളം കുടിച്ച് നമ്മൾ മടുക്കും. അതേസമയത്ത് ഈ സലൈവ വേറൊരുത്തൻ്റെ ഷർട്ടിലായാലോ മഹാവൃത്തികേടല്ലേ? ഒയ്യോ എന്തൊരു വൃത്തികേടാ. അപ്പൊ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നാലെല്ലാം മനോഹരമാണ്. സ്തുതി ആർക്ക് മാത്രം ഉചിതമാവുള്ളൂ? ദൈവത്തിന് മാത്രം ഉചിതമാവുള്ളൂ. അവിടെ ഇരിക്കുമ്പോൾ അത് പെർഫെക്റ്റാ. അതിനിടയിൽ മനുഷ്യനെ ഉയർത്താൻ പോകുമ്പോൾ അത് മഹാ അശ്ലീലമാണ്. കാരണം ഒരു മനുഷ്യനും ഒന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മനുഷ്യനെ ഉയർത്തുമ്പോൾ ഈ തുപ്പൽ വേറൊരാളുടെ ഷർട്ട് ഇരിക്കുന്ന പോലെ സ്തുതി ഒരു മനുഷ്യനിലേക്ക് പോകുമ്പോൾ അത് അശ്രീകരവും അശ്ലീലവുമാണ്. എന്നാൽ ദൈവത്തിനത് കൊടുക്കുമ്പോൾ അത് ഉചിതവും യോഗ്യവുമാണ്. അവിടെ ഒരു അശ്ലീലവുമില്ല. അതങ്ങനെ കൊടുക്കണമെന്ന് ദൈവം പറയാനുള്ള കാരണം, ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ സോള് ഇതിനകത്ത് കയറി ആ മഹത്വം വലിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? തുടർച്ചയായിട്ട് നമ്മൾ ബോധപൂർവ്വം ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാധനയുടെ ഒരു അംശം പോലും ഒരു മനുഷ്യനിലേക്ക് പോകാതിരിക്കാനും ഒരു മനുഷ്യന്റെ സംഖ്യയുടെ മുമ്പിൽ നമ്മൾ വണങ്ങാതിരിക്കാനുമാണ്. ഒരുപക്ഷെ 666 വണങ്ങേണ്ടി വരികയാണ് നമ്മൾ. പക്ഷെ ഒത്തിരി ആറുകളെ നമ്മൾ വണങ്ങുന്നുണ്ട്. ചില 66 666 ആയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രക്ഷയുടെ മഹത്വം, നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം ഒരു 6ലേക്കോ 66ലേക്കോ പോകാതെ ക്രിസ്തുവിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളോട് പറയുന്നത് എപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വി ആർ നോട്ട് വർത്തി ഓഫ് എനിത്തിങ്, ഫോർ എവറിത്തിങ് ദ ലോർഡ് ഈസ് വർത്തി. അപ്പോൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായത്? ജീവന്റെ പുതുവഴിയിലൂടെ നമ്മൾ കടന്നിട്ട് പറയാണ്, കർത്താവെ എൻ്റെ ശരീരം പറയുന്ന വഴിയല്ല, നീ പറഞ്ഞ വഴിയാണ് മഹത്വം. അതിലെതിലേ പോയാലും എനിക്ക് കുഴപ്പമില്ല. ആസ് യു കമാൻഡ് ഐ ഫോളോ. എൻ്റെ മൈൻഡ് എല്ലാറ്റിനോടും ആമേൻ പറയുന്നു. എൻ്റെ മൈൻഡ് നീ പറയുന്ന എല്ലാറ്റിനോടും ആമേൻ പറയുന്നു പറയുമ്പോൾ ആ ബുദ്ധിയുള്ള ആരാധനയായി ഞാൻ ജീവന്റെ വഴിയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താം. ഒരു നിമിഷം നമുക്ക് അവനെ ആരാധിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ നമുക്ക് ഓർക്കാം. അവന്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ,
വാ തുറന്ന് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താം. കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുമായിരുന്ന ഞങ്ങളോട് അങ്ങ് കാണിച്ച സ്നേഹം, അങ്ങയുടെ ശരീരം ഞങ്ങൾക്കായി വിട്ടു തന്നത്, കർത്താവെ, അങ്ങ് വേദനയോടെ കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പം എന്നെ ഓർത്തതിന്, എൻ്റെ പേര് പിതാവിനോട് പറഞ്ഞതിന്, കർത്താവെ, നന്ദിയോടെ ഞാൻ അങ്ങേ സ്തോത്രം ചെയ്യുന്നു.